എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി ഗിരിജമ്മ രാജേന്ദ്രൻ ചിങ്ങവനം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരു എന്നാൽ അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്ന ആൾ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരുവന്റെ അജ്ഞാനമാകുന്ന തിമിരാന്ധകാരത്തെ ജ്ഞാനമാകുന്ന അഞ്ജനശലാക കൊണ്ട് നീക്കി അവന്റെ അകക്കണ്ണ് തുറപ്പിക്കുന്ന ആളാണ് ഗുരു. ഭാരതത്തിന്റെ ഗുരു പരമ്പരകളിൽ ശ്രേഷ്ഠപദം അലങ്കരിക്കുന്ന ശ്രീനാരായണ മഹാഗുരുവിന്റെ സന്യസ്ത ശിഷ്യ പരമ്പരകളെ കുറിച്ച് ഓം ശ്രീനാരായണ ഗുരോ ശിവലിംഗാര്യ മധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരു പരമ്പര. ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിൽ സമാരംഭിച്ച് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളിലൂടെ തുടർന്ന് ശിവഗിരി മഠത്തിന്റെ ഇപ്പോഴത്തെ മഠാധിപതിയായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളിൽ എത്തി നിൽക്കുന്ന ഭഗവാന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയെ വന്ദിച്ചുകൊണ്ട് വന്ദേ ഗുരു പരമ്പര എന്ന വിഷയത്തിൽ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ശ്രീനാരായണ ധർമ്മ പ്രചാരകനും പ്രഭാഷകനും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും ഇപ്പോഴത്തെ ജോയിന്റ് കൺവീനറും ഗുരുസ്മൃതി ഗ്ലോബൽ വിഷൻ അംഗവുമായ ശ്രീജേഷ് അവറുകളാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. നമസ്തേ. ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാം. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ നമ്മെ നാമാക്കി മാറ്റിയ നാം ഇന്ന് അനുഭവിക്കുന്ന സർവത്ര സ്വാതന്ത്ര്യത്തിന്റെയും കാരണദേവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെയും അവിടുത്തെ തൃക്കരങ്ങളിലെ ഉപകരണമായി മാറുവാൻ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത സുഹൃതത്താൽ ഭാഗ്യം സിദ്ധിച്ച ആ മഹാഗുരുവിന്റെ ശിഷ്യ പരമ്പരയും പ്രണമിച്ചുകൊണ്ട് അവരുടെ ചരിത്രത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അപ്പം ഗുരുവിന്റെ പരമ്പരാവന്ദനം ചൊല്ലിക്കൊണ്ടാണ് സുചേജി നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ആ താരാപഥം പോലെ നിലകൊള്ളുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സന്യശേഷ പരമ്പരയിൽ പ്രശസ്തരും അപ്രശസ്തരുമായ ഏതാണ്ട് 60-ലധികം സന്യാസിഷന്മാരുണ്ടായിരുന്നെന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവരെയൊക്കെ വേണ്ടവണ്ണം അറിയുവാനും അവർക്ക് വേണ്ട ആചാര നമസ്കൃതി അർപ്പിക്കുവാനും അവരുടെയൊക്കെ മഹാസമാധി പീഠങ്ങൾ ശതാബ്ദിയുടെ നിറവിൽ എത്തിയ വേളയിൽ പോലും നമുക്കൊന്നും അവരുടെ തണലിൽ വളർന്നു വന്ന നമുക്കൊന്നും വേണ്ട രീതിയിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു ദുഃഖ സത്യമാണ്. ഗുരുവാകുന്ന ആ സൗധത്തിലേക്ക് പ്രകാശം പരത്തുന്ന വാതായനങ്ങളായിരുന്നു ഗുരുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അവർ വിഹരിച്ച മേഖലകളിൽ അവർക്ക് തുല്യമായി ആരുമില്ലാത്തക്ക രീതിയിലേക്ക് വിഹരിക്കുന്ന രീതിയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് മഹാഗുരുവിന്റെ പിഴവ് പറ്റാത്ത ശിക്ഷണത്താൽ സാധിക്കുകയും ചെയ്തു. ആ ഗുരുപരമ്പരയിലെ ആദ്യമായി മഹാപരിനിർവാണത്തെ പ്രാപിച്ച മഹാഗുരുവിന്റെ മഹാപരിനിർവാണത്തിനും 1910 ഭഗവാൻ
1928 മഹാപരിനിർവാണം പ്രാപിക്കുന്നതെങ്കിൽ 1910 ജൂലൈ മാസം 24 മഹാപരിനിർവാണം പ്രാപിച്ച സിദ്ധപുരുഷനും യോഗിയും കവിയുമായിരുന്ന ഒലിഞ്ഞുപോയ ഒരു ആധ്യാത്മിക ജ്യോതിസായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിശ്ചലാസ്വാമികളെ. ആ നിശ്ചല എഴുതിയ ക്ഷമിക്കണം, ഒരു കോള് കയറി വന്നായിരുന്നു കേട്ടോ. ആ നിശ്ചലാസ്വാമിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യോഗിനാം ഹൃദയാംബോജ ഭാസ്കരം സർവകാമതം നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. യോഗികളുടെ ഹൃദയമാകുന്ന താമരയെ വിരിയിക്കുന്ന സൂര്യനായ മഹാഗുരുവിന്റെ തൃക്കരങ്ങളിലെ ഉപകരണമായി മാറിയ ഏതാണ്ട് 9ാമത്തെ വയസ്സിൽ ഗുരുവിന്റെ പാദങ്ങളിൽ ഒന്ന് വീഴുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാപുരുഷനായിരുന്നു നിശ്ചലാസ്വാമികൾ. ആ സ്വാമികളുടെ അനുഭൂതികളെയാണ് സ്വാമികൾ കൃതിയിലൂടെ നമ്മോട് പറഞ്ഞു തന്നത്. ഗുരുവിന്റെ ശിഷ്യപരമ്പരയെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് വരുന്നത് ഗുരുവിന്റെ അരികിലേക്ക് ഭഗവാൻ അരിവുപ്പുറത്തേക്ക് ഒരു അവതാര പുരുഷനായി എത്തിയ നാൾ മുതൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭൗതികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ലൗകികമായ ജീവിതത്തിൽ ഗുരുവിന്റെ അരികിലേക്ക് വന്ന ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഗുരുവിന്റെ അരികിലേക്ക് വന്ന ഏതാണ്ട് 60-ലധികം സന്യാസ ശിഷ്യന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അവരിൽ അധികമാരും അറിയപ്പെടാതെ പോയ ഒരു മഹാപുരുഷനായിരുന്നു നമുക്ക് കാണിക്കുന്ന നിശ്ചലദാസ്വാമികൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ നിശ്ചലദാസം എന്ന് പറയുന്ന രീതിയിൽ, നിശ്ചലാനന്ദം എന്ന രീതിയിലേക്ക് സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ഒരു ജീവിത ചരിത്രമാണ് ഈ കയ്യിലിരിക്കുന്നത്. 1910 സ്വാമികൾ മഹാപരിനിർവാണം പ്രാപിച്ചത്. സ്വാമിയുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ സ്വാമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പഠനത്തിലൊക്കെ വിമുഖത കാണിക്കുകയും തിരുവനന്തപുരത്തിനടുത്ത് അരുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വാമിയുടെ സ്വദേശം. അതിൽ വലിയ തോട്ടത്തിൽ എന്ന് പറയുന്ന ഭവനത്തിലായിരുന്നു സ്വാമിയുടെ ജനനം എന്ന് പറയുന്നത്. അച്ഛനൊരു വാദ്യാരൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛന്റെ ഗുണങ്ങളൊന്നും സ്വാമിയിലേക്ക് വലിയ രീതിയിൽ വന്നില്ല. അച്ഛൻ വാദ്യരായിരുന്നെങ്കിലും സ്വാമി അന്തർമുഖനായിട്ടാണ് ജീവിച്ചിരുന്നത്. തന്റെ കുട്ടിയും ഏതൊരച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലേക്കൊക്കെ ഉയർന്നു വരണമെന്നുള്ള ചിന്തയോടുകൂടി നടന്നിരുന്ന സ്വാമിയുടെ അച്ഛന്റെ മുന്നിലേക്ക് സ്വാമികൾ നേരെ വിപരീതമായിട്ടാണ് നടന്നെടുത്തിരുന്നത്. പൊതുവെ സ്കൂളിലേക്ക് പോകാൻ വിമുഖത കാണിക്കുകയും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ്, ഇനി താൻ എന്ത് ചെയ്യുന്നു വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദൈവദൂതനെ പോലെ വലിയ തോട്ടത്തിൽ ഭവനത്തിലേക്ക് വരുന്നത്. തന്റെ മകന്റെ ഈ കാര്യങ്ങളെല്ലാം, പഠനത്തിലുള്ള വിമുഖതയും മറ്റു കാര്യങ്ങളെല്ലാം ആ അച്ഛൻ, ആ പിതാവ് ഗുരുവിനോട് സമർപ്പിക്കുകയും ഭഗവാൻ ആ കുഞ്ഞു നാണുവിനെ നോക്കി, നാരായണനായിരുന്നു സ്വാമിയുടെയും പൂർവാശ്രമത്തിലെ പേര്, നാരായണനെ നോക്കിക്കൊണ്ട് ഗുരു ചോദിക്കുന്നുണ്ട്, നാണു നമ്മോടൊപ്പം പോരുന്നു എന്ന്. 9ാമത്തെ വയസ്സിൽ ഒരു മഹാഗുരുവിന്റെ തൃക്കരങ്ങളിലെ അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ പൂജാ പുഷ്പമായി വന്ന് വീഴുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സുകൃതിയായിരുന്നു നിശ്ചലാസ്വാമികൾ എന്ന് പറയുന്നത്. സ്വാമികൾ ഗുരുവിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പോരാൻ സമ്മതമാണെന്ന് പറയുകയും അന്ന് 9ാമത്തെ വയസ്സിൽ ഭഗവാൻ അരുവിപ്പുറത്തേക്ക്, അരുമാനൂരിനും അരുവിപ്പുറവും തമ്മിൽ ഏകദേശം അടുത്താണല്ലോ, നമുക്കറിയാലോ. അരുവിപ്പുറത്ത് നിന്ന് നേരെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് തുടർ പഠനത്തിലുള്ള കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുകയും ഗുരുവിന്റെ പിഴവ് പറ്റാത്ത ശിക്ഷണത്താൽ ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ വിഹരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാപുരുഷനായിരുന്നു നമ്മുടെ നിശ്ചലാസ്വാമികൾ എന്ന് പറയുന്നത്. എന്നാൽ വേണ്ടവണ്ണം സ്വാമിയെ അറിയുവാനും സ്വാമിക്ക് വേണ്ട ആചാര നമസ്കാരം ഉറപ്പിക്കുവാൻ നമുക്കിന്നും സാധിച്ചിട്ടില്ല, ശ്രീനാരായണ ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്കത് സ്വാമി വെറുതെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നില്ല, കൃത്യമായിട്ട് തന്നെയാണ് സ്വാമി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇതിലുള്ള ചരിത്രത്തിലൂടെ പോകുമ്പോൾ കാണുവാൻ സാധിക്കും. കാരണം തുടക്കത്തിൽ തന്നെ ആധ്യാത്മികമായ ഒരു ഔന്നത്യത്തിലേക്കായിരുന്നു സ്വാമി. ഭൗതികപരമായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ സ്വന്തം ഉള്ളിലേക്കുള്ള ഒരു സഞ്ചാരത്തിന് ഇടയിലാണല്ലോ ഗുരുവിലേക്ക് ഒന്ന് ചേരുന്നത്. ഭഗവാൻ തന്നെ ബ്രഹ്മവിദ്യ അല്ലെ, ബ്രഹ്മവിദ്യ കോവിതായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ശിവലിംഗദാസ് സ്വാമികള് ഗുരുക്ഷേത്രത്തിൽ പറയുന്നുണ്ട്.
ആ ഗുരുവിന്റെ തിരുമുഖത്തു നിന്നും ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുവാനും ആ ബ്രഹ്മവിദ്യ സ്വീകരിച്ചുകൊണ്ട് താൻ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അത് അറിവിൽ അമർന്ന് ഗുരു പറയുന്ന രീതിയിൽ തന്നെ അറിവിൽ അമർന്നത് മാത്രമായി തീരുവാനും അതിലലിയുവാനും ഒക്കെ ഗുരുവിന്റെ പിഴവ് പറ്റാത്ത ശിക്ഷണത്താൽ ഭാഗ്യം ചെയ്ത മഹാപുരുഷനായിരുന്നു നിശ്ചലാസ്വാമികൾ. നിശ്ചലാസ്വാമികളുടെ കർമ്മകാന്ഡം എന്ന് പറയുന്നത് ആ ആദ്യ കാലഘട്ടത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വൈദിക പാരമ്പര്യമുണ്ടല്ലേ. മറ്റാരെയും ഒന്നിനും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ആരെയും ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തക്ക രീതിയിലാണ് ഗുരു നമുക്കെല്ലാം തെളിച്ചു തന്നിരിക്കുന്നത്. ഗുരുവിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പൂർവ്വ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പം ഭഗവാൻ ക്ഷേത്രങ്ങൾ മാത്രമല്ല നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത്, ആ ക്ഷേത്രത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ടതിനെയൊക്കെ എടുത്തുകൊണ്ട് വേണ്ടാത്തതിനെ തള്ളിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണോ യഥാർത്ഥമായ ഒരു ആത്മീയത അടിത്തറ കിട്ടുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ പൂജാ സംവിധാനങ്ങളും ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് തന്നിരുന്നു. അപ്പോൾ അതിന് ആദ്യ കാലങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടത്തേക്കൊക്കെ പൂജാരികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറവ് വന്ന അവസരത്തിൽ ഈ നിശ്ചലാസ്വാമികളെയും വടക്കം പറവൂർ സ്വദേശിയായിരുന്ന ശങ്കരൻ പരദേശി സ്വാമികളെ ശങ്കരനെയും ഇവരൊക്കെ ഗുരുവിന്റെ ആദ്യകാല സന്യശിഷ്യന്മാരായിരുന്നു. ശങ്കരനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കാശിയിലേക്ക് അയക്കുകയാണ്. കാശിയിൽ പോയി അവിടെ പോയി വൈദിക താന്ത്രിക കർമ്മങ്ങളൊക്കെ പഠിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്ന് ശങ്കരൻ പരദേശി സ്വാമികൾ സ്ഥാപിച്ചതാണ് ശിവഗിരിയിലെ വൈദിക മഠം. ആ വൈദിക മഠത്തിൽ നിന്നുമാണ് ശ്രീനാരായണ വൈദിക പരമ്പരയുടെ ആരംഭമെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ശങ്കരൻ പരദേശി സ്വാമികളെ ശ്രീനാരായണ വൈദിക പരമ്പരയുടെ പരമാചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ശങ്കരൻ പരദേശിയുടെ കൂട്ടത്തിൽ പോയത് നിശ്ചലാ സ്വാമികളായിരുന്നു. സ്വാമികൾ പോയെങ്കിലും സ്വാമികൾക്ക് സംസ്കൃതത്തിലും മറ്റുമൊക്കെയായിരുന്നു താല്പര്യം. വൈദിക താന്ത്രിക കർമ്മങ്ങളിലൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവരവിടെ പോയി തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം സ്വാമികളുടെ ആദ്യകാല പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മളുടെ കുന്നുംപാറ ക്ഷേത്രത്തിൽ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് ഗുരു അവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന രീതിയിൽ ആ കാലഘട്ടത്തിൽ അച്ഛനൊരു അധ്യാപകനായിരുന്നത് കൊണ്ട് തന്നെ അധ്യാപക വൃത്തിയിലേക്കുള്ള ചെറിയ രീതിയിലുള്ള താല്പര്യമൊക്കെ സ്വാമിക്കുണ്ടായിരുന്നു. സ്വാമികൾ അവിടെ അധ്യാപന വൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. എന്നാലും അത് ദീർഘനാൾ മുന്നോട്ട് പോയില്ല. പിന്നീട് സ്വാമി അവിടുന്ന് അന്തർമുഖനായി പിന്നീട് മരുത്തോമലയിലേക്കൊക്കെ പോയതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരുപാട് സിദ്ധികളും കാര്യങ്ങളും ഒക്കെ ഒരിക്കലും ഗുരു അനുഗ്രഹിക്കുന്നതോടുകൂടി സ്വാമികൾ കരഗതമാകുന്നുണ്ട്. അത് അരുമാനൂർ നയന ക്ഷേത്രത്തിന്റെ മുന്നിൽ നെയ്യാറിന്റെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട്. അവിടെ വെച്ച് ഒരിക്കൽ ഗുരുവും ശിഷ്യനോട് വരുന്ന അവസരത്തിൽ ഭഗവാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന അവസരത്തിൽ ഗുരുവിന്റെ പാദങ്ങളെടുത്ത് സ്വാമികൾ കൈകൊണ്ടെടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ ഗുരുവിന്റെ പാദങ്ങളും ഇടത്തെ കയ്യിൽ ഗുരുവിന്റെ പാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വലത്തെ കരങ്ങൾ കൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിലേക്ക് ആ ഇരിക്കുന്ന ആ നെയ്യാറിന്റെ കൈവരിയിൽ നിന്നും വെള്ളങ്ങൾ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഒഴിച്ച് ആ തീർത്ഥം ഗുരുവിന്റെ പാദങ്ങളിലൂടെ ഒഴുകി വരുന്ന തീർത്ഥം ആചമിച്ചുകൊണ്ട് ഇങ്ങനെ അപൂർവം പഴയ കാല ചരിത്ര ഗുരുക്കന്മാരെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിൽ ഗുരുവും ശിഷ്യനും കൂടെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഏറെ സമയം ആധ്യാത്മികമായ അത്യുന്നതിയിലേക്ക് അവർ അവിടെ ഇരുന്നു കൊണ്ട് ഈ ശിഷ്യൻ വിഹരിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭഗവാൻ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പോഴത്തേക്കാണ് ഗുരുവിന്റെ പാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ശിഷ്യൻ ഇതിങ്ങനെ കാണിക്കുന്ന ഗുരു കാണുന്നത്. അപ്പോൾ ശിഷ്യന്റെ ശിരസിലും മുതുകിലും ഒക്കെ ആയിട്ട് ഭഗവാൻ ഇങ്ങനെ തലോടുന്നുണ്ട്. അതിലൂടെ ശക്തിനിപാത ദീക്ഷ എന്ന് പറയുന്ന ഒരു ദീക്ഷ കൊടുത്തുകൊണ്ട് സിദ്ധിയുടെയും അതുപോലെ ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിലേക്ക് വിഹരിക്കത്തക്ക രീതിയിലേക്ക് ഗുരു അനുഗ്രഹിക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടുന്ന് മുന്നോട്ട് കാലം സഞ്ചരിക്കുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള സാധിക്കുന്നത്. ഗുരുവിന്റെ ശിഷ്യന്മാരെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സിദ്ധന്മാരുണ്ടായിരുന്നു. ശിവലിംഗദാസ് സ്വാമികള്, അതുപോലെ ഭൈരവൻ ശാന്തി സ്വാമികള്, നരസിംഹസ്വാമി സ്വാമികളെ, അങ്ങനെയുള്ള ആ സിദ്ധ പരമ്പരയിലേക്ക് ആദ്യത്തെ ഒരു ശിഷ്യൻ എന്ന് പറയത്തക്ക രീതിയിലേക്ക് പിന്നീട് സിദ്ധിവിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ്. കാരണം പിന്നീട് സ്വാമികൾ അവിടുന്ന് തിരിച്ച് അരുമാനൂരേക്ക് വരുന്ന അവസരത്തിൽ ഭഗവാൻ യാത്രയായി പോവുകയാണ്. പിന്നീട് അവിടെ വരുന്ന അവസരത്തിൽ പിന്നീടുള്ള ദിനങ്ങളിലൊക്കെ ഈ കിട്ടിയ ശക്തി ഓരോരോ സിദ്ധിവിശേഷങ്ങളൊക്കെ ഇപ്പം ആളുകൾ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് കയ്യിൽ പഞ്ചസാരയാണെങ്കിൽ സ്വാമി അത് കൽക്കണ്ടമാക്കി കൊടുക്കും. അതുപോലെ ഒരു ഭക്തിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ വിളക്ക് കൊളുത്താനായിട്ട് എണ്ണയില്ലാതെ വരുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുന്നു. കുത്തനെ ഒഴുകി വരുന്ന
വെള്ളത്തെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ സ്വാമികൾ അവിടെ ചെയ്ത് അത് ഗുരു ഇങ്ങനെ അറിയുകയും, ഗുരു പറഞ്ഞു സിദ്ധിയിൽ ഭ്രമിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ദൂരം ഇനിയും താണ്ടാനുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ശിഷ്യൻ ഗുരുവിന്റെ ആ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് പൂർണ്ണമായും അത് പിന്തുടർന്നുകൊണ്ട് പിന്നീട് വിദ്യയൊന്നും കാണിക്കാത്ത സാധാരണ രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആധ്യാത്മിക ചരിത്രം രേഖപ്പെടുത്തി നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അരികിൽ മഴയില്ലാതെ വരുമ്പോൾ അരുവിപ്പുറത്ത് ഒരുപാട് അമ്മമാർ വന്ന് ഗുരുവിനോട് സങ്കടം പറയുമ്പോൾ ഭഗവാൻ അർദ്ധനാരീശ്വര സ്തവം എഴുതിക്കൊണ്ട് അമ്മമാരുടെ സങ്കടത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാം അല്ലെ. അർദ്ധനാരീശ്വര സ്തവം നമുക്ക് അങ്ങനെ സ്വാമിയുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോഴും നമ്മുടെ അരുമാനൂർ ദേശത്ത് സ്വാമിയുടെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ വസൂരി എന്ന് പറയുന്ന രോഗം പിടിപെട്ടപ്പോഴത്തേക്ക് സ്വാമിയുടെ അരികിൽ ചെന്ന് ആളുകളൊക്കെ സങ്കടം പറഞ്ഞപ്പോഴത്തേക്ക് സ്വാമി അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി കൊടുത്തു. ആ പ്രാർത്ഥനയുടെ പേര് ആരോഗ്യ പ്രാർത്ഥന എന്നാണ്. ഈ ആരോഗ്യ പ്രാർത്ഥന സ്വാമികൾ അവർക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ്. ഈ ആരോഗ്യ പ്രാർത്ഥന ചൊല്ലിയ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അസുഖങ്ങളൊക്കെ മാറിയതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വാമിയുടെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആധ്യാത്മിക ചരിത്രം രേഖപ്പെടുത്തിയ ഒരു അത്ഭുത മഹാസമാധിയായിരുന്നു സ്വാമിയുടെ എന്നാണ് പറയാൻ കാരണം. തന്റെ സമാധിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, സമാധി ഇരുത്താൻ വേണ്ട കുഴി, അതിൽ നിക്ഷേപിക്കുവാനുള്ള ഭസ്മവും, അതുപോലെ മറ്റു ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കാം കേൾക്കാം കേൾക്കാം. ആ, സ്വാമിയുടെ മഹാസമാധി സ്വാമി മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1910 ജൂലൈ മാസം 24 തീയതി ആയിരുന്നു സ്വാമികൾ മഹാസമാധി പ്രാപിച്ചത്. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാമികൾ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സമാധി ഇരുത്തുവാനുള്ള കുഴിയും, അതുപോലെ അതിൽ നിറയ്ക്കുവാനുള്ള ഭസ്മവും കർപ്പൂരവും മറ്റ് വസ്തുക്കളും എല്ലാം സ്വാമി തന്നെ അവിടെ വീട്ടിൽ വലിയ വീട്ടിൽ നിന്നാണ് സ്വാമിയുടെ തറവാടിന്റെ പേര്. ആ തറവാട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു. വലിയ തോട്ടത്തിൽ തറവാടിന്റെ ഒരു ഭാഗത്തായിട്ട് തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ ചെയ്തു വെച്ചിരുന്നു. എന്നിട്ട് സമാധിയിൽ ആരും ദുഃഖിക്കരുത് എന്ന് സ്വാമി പറയുകയുണ്ടായി. സ്വാമിയുടെ ഭക്തന്മാരും ശിഷ്യന്മാരും ഒക്കെ സ്വാമി ഈ സമാധി ദിനം മുൻകൂട്ടി പ്രവചിച്ചത് കൊണ്ട് കാണുവാൻ വേണ്ടി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ആളുകൾ വന്നു കൂടിയിരുന്നു. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ദിനമായിട്ട് തന്നെയാണ് ആ മുന്നോട്ടുള്ള ദിനങ്ങളെല്ലാം കണ്ടിരുന്നത് നമുക്കറിയാൻ സാധിക്കും. കാരണം സ്വാമിയുടെ കൃതികളിൽ സ്വാമി അനുഭവിച്ച ഗുരുവിന്റെ അനുഗ്രഹം, ഗുരുവിനെ കുറിച്ച് ഇപ്പൊ ശിവലിംഗദാസ് സ്വാമികൾ എഴുതിയ ഗുരുഷട്കവും ആശാൻ എഴുതിയ ഗുരുസ്തവവും ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗുരുവിനെ കുറിച്ച് ഒറ്റപ്പദ്യങ്ങളും, അതുപോലെ ഗുരുവിനെ ആശ്രയിച്ചാൽ നമുക്കുണ്ടാവുന്ന ഐശ്വര്യങ്ങളെ കുറിച്ചൊക്കെ സ്വാമി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്വാമിയുടെ ആത്മീയമായ അനുഭൂതികളെയും സ്വാമി വാക്കിലൂടെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും വെറുതെ അല്ലായിരുന്നു എന്ന് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാമിയുടെ സമാധി മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് അന്ന് 3 ദിവസങ്ങൾക്ക് മുമ്പ് 24 തീയതിയാണ് പരിനിർമ്മാണമെങ്കിൽ 21 തീയതി തന്നെ വലിയ തോട്ടത്തിൽ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പൊ നാടിന്റെ നാനാ ഭാഗങ്ങളിലുള്ള അരുമാനൂർ പ്രദേശത്തും അതിന് വെളിയിലുള്ള ആളുകളൊക്കെ സ്വാമിയുടെ ഭക്തന്മാരും ശിഷ്യന്മാരും കുടുംബക്കാരും ഒക്കെ ഏറെ ദുഃഖിച്ചുകൊണ്ട് സ്വാമിയോട് ചോദിക്കുന്നുണ്ട്. സ്വാമിയുടെ അടുത്തുള്ള ആളുകളൊക്കെ സ്വാമിക്ക് സിദ്ധികളൊക്കെ ഉള്ളതല്ലേ? 33-ാമത്തെ വയസ്സിലാണ് സ്വാമികൾ മഹാസമാധി പ്രാപിക്കുന്നതെന്ന് ഓർക്കണം. 1876 നവംബർ മാസം 11 തീയതിയാണ് സ്വാമിയുടെ ജയന്തി എങ്കിൽ 1910 ജൂലൈ മാസം 24 തീയതിയാണ് സ്വാമികൾ മഹാപരിനിർവാണം പ്രാപിക്കുന്നത്. കൂടുതൽ ആളുകൾ ചോദിക്കുമ്പോഴത്തേക്ക് സ്വാമികൾ അതിനെയൊക്കെ ഈ ശരീരമല്ല നാം അറിവാകുന്നു എന്ന ഗുരു പറഞ്ഞ ആത്മതത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു നെല്ലിട പോലും ഇളകാതെയുള്ള രീതിയിലുള്ള അനുഭവ ആ ദൃഢത്തിന്റെ ഇതിൽ നിന്നുകൊണ്ടാണ് സ്വാമിയുടെ വാക്കുകളൊക്കെ തിരിച്ചു വന്നിരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാമികൾ അതിനൊന്നും വേണ്ട രീതിയിൽ എടുത്തില്ല. സ്വാമികൾക്ക് പോകാൻ സമയമായി. 24 തീയതി അങ്ങനെ വന്നെടുത്ത് 24 തീയതി വന്ന് അടുത്ത് ആളുകളെല്ലാം ഇങ്ങനെ സ്വാമിയുടെ സമാധിയെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ സ്വാമിയുടെ ഒരു ഗിരർ സ്റ്റേഷനെ കൊണ്ട് ഒരു തമിഴ് ഗ്രന്ഥം സ്വാമി എടുപ്പിക്കുകയാണ്. അതിൽ യോഗികളുടെ ജീവൻ മുക്തന്മാരുടെ വിദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വാമി അത് വായിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും സ്വാമിയുടെ സമാധി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ആ വലിയ തോട്ടത്തിൽ ഭവനത്തിന്റെ ഒരു മൂലയിൽ നിന്നിരുന്ന വലിയൊരു 7 ഇലം പാല ശിരസ് മുതൽ ചുവട് വരെ വലിയ ഹുങ്കാര ശബ്ദത്തോടു കൂടി 2ആയി പിളർന്ന് താഴേക്ക് വീണു.
അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം ഈ പാല പിളർന്നു വീഴുന്ന ഈ വലിയ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിലെ ആദിമഹത്തായ സന്യശിഷ്യ പരമ്പരയിലെ ആ മഹാപുരുഷൻ മഹാപരിനിർവാണം പ്രാപിച്ചു. അതെ, നിശ്ചലദാസ് സ്വാമികൾ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ആർക്കും തന്നെ സ്വാമിയുടെ സമാധിയെ നേരിട്ട് കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് സ്വാമികൾ ആ സൗണ്ട് അവിടെ ഉണ്ടായ സമയത്ത് സ്വാമിയുടെ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വിലയം പ്രാപിച്ചു. പിന്നെയും ഒരു അത്ഭുതം എന്ന് പറയുന്നത് സ്വാമിയുടെ മഹാസമാധി ഇരുത്തൽ ചടങ്ങുകൾക്ക് അതിനാരൊക്കെയാണെന്ന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കത്തില്ല. എങ്കിലും അരിയപ്പുറവും അതുപോലെ അരുമാനൂരും ഒരുപാട് അകലെ അല്ലാതിരുന്ന കാലം ആയിരുന്നുകൊണ്ട് ശിവരുമണ സ്ഥാപിച്ചിട്ട് 6 വർഷമേ ആയിട്ടുള്ളൂ. 1904 ശിവരുമണ സ്ഥാപിക്കുന്നത്. സ്വാമികൾ മഹാസമാധി പ്രാപിക്കുന്നത് 1910. അപ്പോൾ അധിക ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിലെ ശിഷ്യോത്തമന്മാരൊക്കെ അവിടെ ചെന്നിട്ടായിരിക്കാം സമാധി ഇരുത്തിയിരിക്കുന്നത്. അത് ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഒരവസരത്തിൽ ഭഗവാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമാധി ഇരുത്തൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ അരുമാനൂർ നിശ്ചലാസ്വാമികളുടെ വലിയ തോട്ടത്തിൽ ഭവനത്തിനോട് ചേർന്നുള്ള സമാധി പീഠത്തിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ ആ സമാധിയുടെ പീഠത്തിൽ നിന്നും ചില ശബ്ദങ്ങളൊക്കെ കേട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഗുരു നാം ഇവിടെ ഉണ്ട്, നമുക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ സ്വാമിയോട് സംസാരിച്ചിട്ട് അവിടുന്ന് പോരുന്ന അവസരത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം ഒഴിഞ്ഞു: മുമ്പൊക്കെ നാം ഇരിക്കുമ്പോൾ നിശ്ചലം നിൽക്കുമായിരുന്നു, ഇപ്പോൾ നിശ്ചലം ഇരിക്കുന്നു, നാം നിൽക്കുന്നു. ഭഗവാന്റെ മുന്നിൽ ഒരിക്കലും ഇരുന്നിട്ടില്ലാത്ത ഒരു ശിഷ്യൻ അല്ലെ, ആ ശിഷ്യന്റെ മഹാസമാധി പീഠത്തിൽ മഹാഗുരു ചെല്ലുമ്പോഴത്തേക്ക് എന്തിനെ അറിയാൻ വേണ്ടിയാണോ ഈ ലോകത്തേക്ക് വന്നത്, അറിയേണ്ടതിനെ അറിഞ്ഞ്, ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവിലമർന്നത് മാത്രമായി ആധ്യാത്മികത ഒരു അത്യുന്നതങ്ങൾ വിവരിച്ച ഒരു മേഘജ്യോതിസ് പോലെ, ഒരു മിന്നൽ പിണർ പോലെ ഇവിടെ വന്നു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നേ ചെറുപ്പത്തിൽ തന്നെ 33-ാമത്തെ വയസ്സിൽ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ ആദ്യമായി, നമ്മൾ എഴുതപ്പെട്ട ചരിത്രത്തിന്റെ അടിത്തറയിലാണ് ആദ്യമായി ഞാൻ പറയുന്നത്, 1910 ജൂലൈ മാസം 24-ാം തീയതി ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിലേക്ക് വിലയം പ്രാപിച്ച നമ്മുടെ നിശ്ചലാസ്വാമികളുടെ ചരിത്രത്തിന്റെ ചെറിയൊരു ഏട് മാത്രമാണ് ഇപ്പൊ നമ്മൾ 1-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 60-ലധികം സന്യസിഷ്യന്മാർ ഉണ്ടായിരുന്നെങ്കിലും നിശ്ചലാസ്വാമികൾക്കൊന്നും ഈ സന്യസ്ത ശിഷ്യ പരമ്പര ഭഗവാൻ സ്ഥാപിക്കുന്നത്, സുസംഘടിതമായ ഒരു സന്യസിഷ്യ പരമ്പര സ്ഥാപിക്കുന്നത് 28 ജനുവരി മാസം 9-ാം തീയതി 1928 ജനുവരി മാസം 9-ാം തീയതി തൃശ്ശൂർ ശ്രീ മാഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു സന്യാസ സംഘം, ധർമ്മസംഘം രൂപീകരിക്കുന്നത്. പക്ഷെ ആ ധർമ്മസംഘം രൂപീകരണത്തിനൊക്കെ മുമ്പ് തന്നെ സ്വാമികൾ മഹാപരിനിർവാണം പ്രാപിച്ചു. ഗുരുവിന്റെ മഹാസമാധിക്കും അല്ലെ, ഭഗവാന്റെ മഹാസമാധി 1928-ലാണെങ്കിൽ 1910 തന്നെ സ്വാമികൾ മഹാപരിനിർവാണം പ്രാപിച്ചു. എനിക്ക് പിന്നീട് അങ്ങോട്ട് ഗുരുവിന്റെ ശിഷ്യന്മാരുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ പിന്നീട് ഗുരു ശിഷ്യന്മാരിൽ മഹാസമാധി പ്രാപിച്ചത്, ഗുരുവിന്റെ കാലഘട്ടത്തിൽ തന്നെ മഹാസമാധി പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1919 ജനുവരി മാസം 8-ാം തീയതി സദ്ഗുരു ശിവലിംഗദാസ് സ്വാമികൾ മഹാസമാധി പ്രാപിക്കുന്നു. 1926 സെപ്റ്റംബർ മാസം 2-ാം തീയതി ശ്രീനാരായണ ഗുരുദേവന്റെ വിവേകാനന്ദനായ സത്യവ്രത സ്വാമികൾ മഹാപരിനിർവാണം പ്രാപിക്കുന്നു അല്ലെ. പിന്നെ ഗുരുശേഷനായ കുമാർ മാസം 24 പരിനിർവാണം പ്രാപിക്കുന്നു. അങ്ങനെ ആ ഗുരുവിന്റെ ചരിത്രത്തിൽ, ഗുരുവിന്റെ ശ്രീനാരായണ ചരിത്രത്തിൽ ഒരു മഹാപുരുഷനായിരുന്നു. അതുപോലെ നമ്മുടെ നിശ്ചലാസ്വാമികളും ശിവലിംഗദാസ് സ്വാമികളും അതുപോലെ സത്യവ്രത സ്വാമികളും, ഇവരുടെയൊക്കെ മഹാസമാധികൾ ഭഗവാന്റെ അവതാര കാലഘട്ടത്തിൽ തന്നെയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിനോടുള്ള അതിരറ്റ ഭക്തിയും അകളങ്കിതമായ പ്രേമവും ശരീരവും അർത്ഥവും പ്രാണനുമെല്ലാം ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഏതൊരു ആജ്ഞയെയും ശിരസ വഹിക്കുന്നതിന് വേണ്ടി എത്ര ത്യാഗോജ്വലമായ കർമ്മനിരതമായ ജീവിതമായിരുന്നു ഈ മഹാപുരുഷന്മാരുടെ ജീവിതമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഗുരുവിന്റെ തപസ്സും ഗുരുവിന്റെ അനുഗ്രഹവും ആ ഗുരുവിനോട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗുരുവിന്റെ ഏത് ആജ്ഞയെയും കർമ്മത്തിലേക്ക് വരുത്തിയ ഇവരെ പോലെയുള്ള മഹാപുരുഷന്മാരുടെയൊക്കെ കർമ്മകാണ്ഡങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാവിധമായ ഐശ്വര്യങ്ങളുടെയും അടിത്തറ എന്ന ഒരു ഉത്തമമായ ബോധ്യം ശ്രീനാരായണ പഠിതാക്കളായി നമ്മൾക്ക് ഉണ്ടാകണം. ഇവരെയൊന്നും വേണ്ടവണ്ണം അറിയുവാനും ഇവർക്ക് വേണ്ട ആചാര നമസ്കൃത അർപ്പിക്കുവാനും നമുക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല. നമ്മളെയൊക്കെ
മക്കളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളിലേക്കോ ഒന്നും ഗുരുവിന്റെ ഒരു നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കറിയാമായിരിക്കും. നമ്മുടെ പുറത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഒരു 5 ശിഷ്യന്മാരുടെ പേരുകൾ ചോദിച്ചാൽ നമ്മളിപ്പോൾ നിത്യവും ഗുരുഷഷ്കം ചൊല്ലുന്നതുകൊണ്ട് ശിവലിംഗദാസ് സ്വാമികളെയും അതുപോലെ ഗുരുപുഷ്പാഞ്ജലി ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ചൈതന്യ സ്വാമികളെയും അതുപോലെ ശിവഗിരിയിൽ പോകുന്നുണ്ട് ബോധാനന്ദ സ്വാമികളെയൊക്കെ നമുക്കറിയാം. അതിനപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് കൈകൾ മടക്കാൻ വെല്ലുകൾ മടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവരുടെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഏതു വാക്കുകളെയും ശിരസാ വഹിച്ചുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ഗുരുവിന്റെ ഏതാജ്ഞയും സ്വീകരിക്കുവാൻ സദാസമയവും ഇവർ സന്നദ്ധരായിരുന്നു. ഗുരുവില് അകളങ്കിതമായ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പം സ്വാമികളൊക്കെ എഴുതിയിരിക്കുന്ന ഓരോ കൃതികളിലും ഗുരുവിനോടുള്ള അകളങ്കിതമായ ഭക്തിയും വിശ്വാസവും ഒക്കെ ഗുരുകർണാമൃതം എന്ന് പറഞ്ഞ കൃതിയുണ്ട്. അതിലൊക്കെ എടുത്ത് പഠിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അകളങ്കിതമായ ഭക്തിയും വിശ്വാസവുമായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെറുതെ അത് എഴുതിയെടുക്കാനായിട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ ചേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്തേക്കാം. അതിന്റെ ഇത് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റൈറ്റപ്പ് ഞാൻ എഴുതി ഇട്ടേക്കാം. പിന്നെ അതല്ലെങ്കിൽ ശിവഗിരിയിൽ പോകുമ്പോഴത്തേക്ക് ശ്രീനാരായണ ശിവലിംഗം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ശ്രീനാരായണ നിശ്ചലാനന്ദം, ശ്രീനാരായണ ശിവലിംഗം, ശ്രീനാരായണ ചൈതന്യം. അതില് ഗുരുവിന്റെ സന്യാസിഷ്യന്മാരെ കുറിച്ച് എഴുതി തുടങ്ങുന്ന ആദ്യ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തില് ഭാസ്കരൻ സാറൊക്കെ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമികളെ കുറിച്ചും ബോധാനന്ദ സ്വാമികളെ കുറിച്ചും അതുപോലെ നമ്മുടെ ധർമ്മതീർത്ഥ സ്വാമികളെ കുറിച്ച് ആത്മകഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ ചരിത്രത്തിൽ കിട്ടും. പക്ഷെ പുതിയ ചരിത്രത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പം ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസിഷ്യന്മാരെ കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു വെളിച്ചം നമുക്ക് പകർന്നു തന്നത് ശിവഗിരി മഠത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ സച്ചിദാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ മഹച്ചരിതമാല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികൾ ഗുരുവിന്റെ ശിഷ്യന്മാരുടെ കാണാപ്പുറങ്ങളിലേക്ക് സന്യാസിഷ്യന്മാരുടെ കാണാപ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശത്തക്ക രീതിയിലേക്ക് ഇതേ രീതിയിലേക്ക് പുസ്തകങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിതാക്കളാകുന്ന ആളുകളെല്ലാം അടുത്ത് വായിക്കണം. നമുക്ക് നമ്മുടെ യാത്രയിൽ ഒരുപാട് ഗുരുവിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന പുസ്തകങ്ങളാണ്. കാരണം ഈ ശിഷ്യന്മാരുടെ വാക്കുകളും ഇവർ അനുഭവിച്ച അനുഭൂതികളുമൊക്കെ നമുക്ക് ചെറുതല്ല, വലിയ രീതിയിലാണ് ഗുരുവിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുന്നത്. അപ്പൊ അത് നിങ്ങളെല്ലാവരും ശിവഗിരിയിലോ അല്ലെങ്കിൽ പ്രസാദ് സാറിനോട് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സാറിന്റെ കയ്യിൽ കാണും പുസ്തകങ്ങൾ. അപ്പൊ സാറിനോട് പറഞ്ഞാൽ സാറ് നിങ്ങൾക്ക് പുസ്തകം തരും കേട്ടോ. അപ്പൊ അതല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഫോട്ടോ അയച്ചു തരാം. പ്രസാദ് സാറിനോട് പറഞ്ഞ കേട്ടോ. അപ്പം നമുക്ക് വിശ്വദാസ്വാമികളുടെ ചെറിയൊരു ചരിത്രം പറഞ്ഞു. ഇനി അവിടെ നിന്ന് നമുക്ക് ഗുരുവിന്റെ അവതാര കാലഘട്ടം എടുത്ത് പഠിക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഗുരുവിന്റെ പല രീതിയിലുള്ള പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഗുരുവിന്റെ അവതാര കാലഘട്ടത്തിൽ ഭഗവാൻ സശാരീരനായിരിക്കുമ്പോൾ എടുത്ത അവസാന ചിത്രം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാം ഏതാണെന്ന്? എല്ലാരും മൈക്ക് ഓൺ ചെയ്യണ്ട. ആരെങ്കിലും ഒരാൾ പറയുമോ അറിയാമെന്നുണ്ടെങ്കിൽ? ഇല്ലല്ലേ? എന്നാൽ ഞാൻ തന്നെ അത് പറയാം. അതിലെ ഏറ്റവും അവസാന ചിത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചപ്പോൾ 1928 ജനുവരി മാസം 9-ാം തീയതി എടുത്തൊരു ചിത്രമുണ്ട്. അതാണ് ഗുരുവിന്റെ അവതാര കാലഘട്ടത്തിൽ എടുത്ത അവസാന ചിത്രം എന്ന് പറയുന്നത്. ആ ചിത്രത്തില് 11 ശിഷ്യന്മാരും ഗുരുവും കൂടെ ഇരിക്കുന്ന ചിത്രമാണത്. ശ്രീനാരായണ ധർമ്മസംഘം അത് തൃശ്ശൂർ ശ്രീ മാഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് സ്ഥാപിതമാകുന്നത്. അതിന്റെ ബൈലോയും കാര്യങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത് ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു. ഗുരു പൊതുവെ ചിത്രങ്ങൾ എടുക്കാനൊന്നും താല്പര്യം കാണിക്കാത്ത ആയിരുന്നുവെങ്കിലും അന്ന് കൃത്യമായിട്ടൊരു ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ചിത്രം എടുത്തിരുന്നു. ആ ചിത്രമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം രൂപീകൃതമായപ്പോൾ എടുത്ത ചിത്രം. ഞാനത് ഇതിനകത്തൊന്നും നോക്കുമായിരുന്നു, കിട്ടിയില്ല. ഈ ചിത്രമാണ് ഭഗവാന്റെ അവതാര കാലഘട്ടത്തിൽ എടുത്ത അവസാന ചിത്രം എന്ന് പറയുന്നത്. കാണാമോ എല്ലാവർക്കും? കാണാം. ഇതില് ഗുരുവിനോടൊപ്പം 2 ശിഷ്യന്മാർ വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലുമായിട്ട് ഇരിക്കുന്ന കാണാം. ഇതിലുണ്ട ശിഷ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെങ്കിൽ ഇതിൽ ഓരോരുത്തരുടെ പേരുകൾ ഞാൻ പരിചയപ്പെടുത്താം. കാണാമോ?
ഇത് വ്യക്തമാകുന്നില്ല. വ്യക്തമാകുന്നില്ല. ഇത് രാമാനന്ദ സ്വാമികൾ. എല്ലാവരുടെയും പേരുകൾ മാത്രം നിങ്ങൾ കേട്ടോളൂ കേട്ടോ. ഓരോരുത്തരെയും ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി വിടാം. ഇത് രാമാനന്ദ സ്വാമികളാണ്. രാമാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത് തൃശ്ശൂർ മാഹേശ്വര ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് രാമാനന്ദ ആശ്രമമുണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. രാമാനന്ദ സ്വാമികളുടെ ചരിത്രം പറയുന്നത് സ്വാമികൾ മഹാവൈദ്യനായിരുന്നു, മഹാവിഷകരനായിരുന്നു എന്നാണ് പറയുന്നത്. ഏതു മാറാത്ത രോഗങ്ങളും ചിത്തഭ്രമം പോലുള്ള രോഗങ്ങൾ സ്വാമിയുടെ സാന്നിധ്യത്തിൽ സ്വാമി ചികിത്സയിൽ മാറ്റിക്കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാമിക്ക് ഒരുപാട് ധനവും ഒരുപാട് പണക്കാരായിട്ടുള്ള ഭക്തന്മാർ സ്വാമിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് സ്വാമികൾ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ഗുരുവിന്റെ പേരിൽ സ്കൂളുകളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത മഹാപുരുഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ശശീന്ദ്ര എന്ന് പറയുന്നൊരു സോപ്പ്, അതുപോലെ നമ്മുടെ ഇന്നത്തെ ചന്ദ്രിക സോപ്പ്, അതിന്റെ കൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തത് രാമാനന്ദ സ്വാമികളായിരുന്നു. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് നീലകണ്ഠൻ ശാന്തികളാണ് ഈ കാണുന്നത്. ശാന്തികൾ എന്ന് പറയുന്നത് ഭഗവാൻ പ്രതിഷ്ഠിച്ച ഓംകാരേശ്വരത്തിലെ ഹലോ കേൾക്കാം. ഇത് രാമാനന്ദ നീലകണ്ഠ സ്വാമികളാണ്. നീലകണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് പുല്ലല ഓംകാരേശ്വര ക്ഷേത്രത്തിലെ ആദ്യ പൂജാരിയായിരുന്നു. പിന്നീട് സന്യാസത്തിലേക്ക് വന്നില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് മൂന്നാമത് നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ മഹാസിദ്ധപുരുഷനും മഹാവിശ്വകരനുമായിരുന്ന ആളാണ്. കുട്ടി എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമധേയം എന്ന് പറയുന്നത്. വടക്കൻ പറവൂരിനടുത്ത് ഇളന്തിക്കരയായിരുന്നു സ്വാമിയുടെ സ്വദേശം എന്ന് പറയുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിൽ പൂജാരിയായി പൂജ ചെയ്തു വരുന്ന വേളയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഭക്തന്മാരോടൊപ്പം അവിടം സന്ദർശിക്കുകയും ഗുരുവിനെ ആദ്യ മാത്രയിൽ തന്നെ തന്റെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്റെ ഇനിയുള്ള ജീവിതം ഈ മഹാഗുരുവിന്റെ പാദങ്ങളിലാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും അത് ഗുരുവിനോട് പറയാൻ പേടിച്ച് മടിച്ചു നിൽക്കുകയും ചെയ്യുന്ന കുട്ടിയോട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര ദർശനം നടത്തി അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തി മടങ്ങുന്ന അവസരത്തിൽ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്ന കുട്ടിയോടായിട്ട് പിന്തിരിഞ്ഞ് ചോദിക്കുകയാണ്, കുട്ടി നമ്മോടൊപ്പം പോരുന്നു എന്ന്. അല്ലെ, യോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ബാലെന്ന് പറയുന്നത് പോലെ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം താൻ പറയാതെ തന്നെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ തൻ്റെ സേവകനാക്കി വിളിച്ചൊരു ചരിത്രമാണ് നരസിംഹസ്വാമികളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഈ നരസിംഹസ്വാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എറണാകുളത്തിനടുത്ത് എരൂര്, തൃപ്പൂണിത്തറയ്ക്കടുത്ത് എരൂരാണ് നരസിംഹ ആശ്രമം ഉള്ളത്. ആ നരസിംഹാശ്രമം എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിന്റെ ഒരു ബ്രാഞ്ചാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും അവിടുത്തെ ശിഷ്യന്മാരുമൊക്കെ തിരുസന്നിധാനം ചെയ്ത് അനുഗ്രഹിച്ച ഒരു പുണ്യഭൂമി കൂടിയാണ് നരസിംഹാശ്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ മനോഹരമായ രീതിയിലേക്ക് അതിനെ റീഡെവലപ്പ് ചെയ്ത് ശിവഗിരി മഠം പുനർനിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോകുവാനും കാണുവാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. സ്വാമി ആദ്യ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്വാമി വലിയൊരു വൈദ്യനായിരുന്നു, വിഷകരനായിരുന്നു എന്ന് പറഞ്ഞു. സ്വാമി ആദ്യകാലങ്ങളിൽ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കളും സ്വാമിയുടെ പാദുകവും ഒക്കെ ഇന്നും പവിത്രമായി ആ മണ്ണിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ഗുരുവിനോടൊപ്പം ആ ക്ഷേത്രത്തിൽ നിന്നും പോരുകയും ഗുരുവിന്റെ പിഴവ് പറ്റാത്ത ശിക്ഷണത്താൽ ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ വിഹരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാപുരുഷനായിരുന്നു നമ്മുടെ നരസിംഹസ്വാമികൾ എന്ന് പറഞ്ഞത്. നരസിംഹത്തിന് കള്ളക്കണക്ക് എഴുതാൻ അറിയത്തില്ല, കിട്ടുന്ന എന്തും ഇവിടെ ഏൽപ്പിക്കുമെന്നാണ് ഗുരു നരസിംഹസ്വാമികളെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഗുരുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഗുരുവിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്താൽ ജീവിച്ച ഒരു മഹാപുരുഷൻ കൂടിയായിരുന്നു നമ്മളുടെ നരസിംഹസ്വാമികൾ എന്ന് ചരിത്രം പറയും. ഈ നരസിംഹസ്വാമികളെ ഏരൂരിലുള്ള ആളുകൾ, ഏരൂർ പ്രദേശത്തുള്ള ആളുകൾ ഗുരുവിന്റെ അരികിലേക്ക് വരിക മറ്റൊന്നുമല്ല, ഇന്നത്തെ രീതിയിലുള്ള ഒരു സാത്വികമായിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായമൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അവർ സാത്വികമായ ആരാധനയല്ല, ആടുവെട്ടും കോഴിവെട്ടും അതുപോലെ കോഴിയുടെ ചോരയൊക്കെ ഉപയോഗിച്ചുള്ള രീതിയിലും മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജകളൊക്കെ ആയിരുന്നു ആളുകൾ കെട്ടുപോകുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അരികിലേക്ക് ഗുരുവിലേക്ക് ഒരു ആഗ്രഹമായിട്ട് പറയുകയാണ്, സ്വാമി ഞങ്ങൾക്ക് അവിടെ നല്ലൊരു ആരാധനാലയം ഇല്ല, സ്വാമി ഒന്ന് ആരാധനാലയം പ്രതിഷ്ഠിച്ച് നൽകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
ഗുരുവിന്റെ പ്രതിപുരുഷനായിട്ട് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഈ നരസിംഹസ്വാമികളെയായിരുന്നു. നരസിംഹസ്വാമികൾ അവിടെ പോവുകയും അവിടെ ഒരു ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠിച്ചു. കോട്ടയിൽ ഭഗവതി ക്ഷേത്രം എന്നാണ്. ആ ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠിച്ച് നല്ല രീതിയിലേക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഭഗവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവർ ഇടപ്പള്ളി മനയിലെ ഒരു ആനയും കൊണ്ട് വന്നു. ഇടപ്പള്ളി മനയിലെ ഒരു ആനയും കൊണ്ടാണ്. അവനൊരു കുറുമ്പനായിരുന്നു. ആ ആന നമ്മുടെ ഉത്സവത്തിനിടയിൽ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഉത്സവത്തിനിടയിൽ ഇടഞ്ഞ് ഒരു പൊട്ടിത്തെറിച്ച പടക്കം പോലെ ആളുകളെല്ലാം ഓടി ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. ഈ സമയത്ത് സ്വാമികൾ തിടപ്പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. സ്വാമിയോട് വന്നിട്ട് ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ആന ഇടഞ്ഞു, സ്വാമി ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിമ്പനയുടെ ചൂരൽ ഉണ്ടായിരുന്നു. ആ ചൂരലുമായിക്കൊണ്ട് ഇടഞ്ഞിങ്ങനെ ഓടി വരുന്ന ആനയുടെ മുന്നിലേക്ക് നടന്നെടുത്തിട്ട് സ്വാമി പറഞ്ഞു, ഭഗവാൻ ശ്രീനാരായണ പരമഹംസന്റെ ശിഷ്യൻ നരസിംഹം ആജ്ഞാപിക്കുന്നു, അടങ്ങി നിൽക്കവിടെ ആനയെന്ന് പറഞ്ഞു. ഇളകി വന്ന ആ മതം പൊട്ടി വന്ന ആന സ്വാമിയുടെ മുന്നിൽ മുട്ടുകുത്തി നമസ്കരിച്ചതായിട്ട് ഇന്നും അവിടെയുള്ള ആളുകൾ പറയും. സ്വാമികൾ ആ ആനയെ തടഞ്ഞു നിർത്തിയ ആ ചൂരൽ ഇന്നും, കരിമ്പനയുടെ ചൂരൽ ഇന്നും നരസിംഹാസനത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാമികൾ അന്ത ആന ഇടഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നരസിംഹം ആജ്ഞാപിക്കുന്നു അടങ്ങി നിൽക്കാനല്ല, ഭഗവാൻ ശ്രീനാരായണ പരമഹംസന്റെ ശിഷ്യൻ നരസിംഹം ആജ്ഞാപിക്കുന്നു, അടങ്ങി നിൽക്കവിടെ ആന എന്നാണ് പറഞ്ഞത്. അല്ലെ, ഗുരുവിന്റെ ആ ദിവ്യ ആസനരി വെച്ചല്ലേ, ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തി എന്ന്. ആ വാക്കുകൾ വെറുതെ അല്ല, ഗുരുവിന്റെ ദിവ്യമായ ആ നാമം ഒന്ന് ഉച്ചരിച്ചുകൊണ്ട് മാത്രം ഇടഞ്ഞു വരുന്ന ആനയെ പോലും തടഞ്ഞു നിർത്താൻ ഗുരുവിന്റെ നാമമന്ത്രം, അല്ലെ, ആ ഉറച്ച വിശ്വാസമാണ് സാധിക്കുമെന്നുള്ള ചരിത്രമാണ് നമ്മളുടെ നരസിംഹസ്വാമികളുടെ ചരിത്രം നമ്മോട് പറയുന്നത്. അതിനും ഒട്ടും മോശമല്ല ബോധാനന്ദ സ്വാമികളുടെ ചരിത്രം എന്നും പറയുന്നത്. ബോധാനന്ദ സ്വാമികളെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. കാഷായത്തിൽ പൊതിഞ്ഞ ഒരു വിപ്ലവ കൊടുങ്കാറ്റായിരുന്നു ബോധാനന്ദ സ്വാമികൾ. അല്ലെ, അനാചാരങ്ങൾക്കെതിരെ ആഞ്ഞു വീശിയ ഒരു വിപ്ലവ കൊടുങ്കാറ്റം തന്നെ പറയാം. ജാതിയുടെ കോട്ടകൊത്തകളങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിലേക്ക് എല്ലാവിധമായ അനാചാരങ്ങളെ, ഒന്നിനും മേളിലുമല്ല ഒന്നിനും കീഴെയുമല്ല, എല്ലാവരും സമന്മാരാണെന്നുള്ള ആ ഒരു ആപ്തവാക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജാതിക്കെതിരെ പടപൊരുതിയ, ജാതി വ്യത്യാസത്തിനെതിരെ പടപൊരുതിയ മഹാമണ്ഡലേശ്വരന്റെ കയ്യിൽ നിന്നും സന്യാസം സ്വീകരിച്ചു. അല്ലെ, ഈശ്വരാനന്ദ മഹാമണ്ഡലേശ്വരനിൽ നിന്ന് ഹിമാലയ ഹാനുക്കളിൽ നിന്നും പോയി തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടി തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. അല്ലെ, താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ്, തൃശ്ശൂരേക്ക് വരുമ്പോഴത്തേക്കാണ് ജാതീയപരമായ ഉച്ചനീചത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഇങ്ങനെ അവശത അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സ്വാമികൾ പ്രവർത്തനം ചെയ്തിരിക്കുന്ന വേളയിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കോട്ട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് പോകുന്നത്. 1908 ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠയ്ക്കായിട്ട് ചെല്ലുന്ന അവസരത്തിലാണ് ഗുരുവിനെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ക്ഷേത്ര പരിത്യാഗ സന്ദേശവുമായി ഗുരുവിന്റെ മുന്നിലേക്ക് എത്തിയ ആ ബോധാനന്ദ സ്വാമികൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഭഗവാന്റെ പാദങ്ങളിൽ വിജയം പ്രാപിച്ചു. പിന്നീട് 1912 ശാരദാ പ്രതിഷ്ഠയോടുകൂടി ബോധാനന്ദ സ്വാമികളും ഏതാണ്ട് 1 ഡസൻ ശിഷ്യന്മാരും ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വിലയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രീനാരായണ ചരിത്രത്തിൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അല്ലെ, ബോധാനന്ദ സ്വാമികളുടെ ജീവിത ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ വിഗ്രഹ നിഷേധിയായി വന്നു നിന്നുകൊണ്ട് ഈ വിഗ്രഹങ്ങളൊന്നും വേണ്ട, ഈ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, ഈ ക്ഷേത്രങ്ങളാണ് ജാതി പിശാച് കുടികൊള്ളുന്ന സങ്കേതമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര പരിത്യാഗ സന്ദേശവുമായി ഭഗവാനെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്ന, അത് അവർ കണ്ടുമുട്ടിയത് ഏതൊരു ഭൂമിയിലാണോ ആ ഭൂമിയിൽ തന്നെ 1908 നിന്നും കാലം പിന്നീട് 1927 മാർച്ച് മാസം 12-ാം തീയതിയിലേക്ക് സഞ്ചരിക്കുമ്പോഴത്തേക്ക് വിഗ്രഹ നിഷേധിയായിരുന്ന ബോധാനന്ദ സ്വാമികൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ കളയബരത്തെ ലോകത്തിലെ ആദ്യ പഞ്ചലോക വിഗ്രഹ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു ചരിത്രം കൂടി ആ മണ്ണിൽ അരങ്ങേറിയിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ എഴുതി വച്ചിരിക്കുന്നത്, അറിയുന്നവരുടെയൊക്കെയും ആരാധനയ്ക്ക് പാത്രമാകുന്ന അത്ഭുതമായ അതിവിശിഷ്ടമായ വ്യക്തി വൈഭവത്തിനുടമയായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ഇത് ബോധാനന്ദ സ്വാമിയും ഗുരുവും തമ്മിലുള്ള ചരിത്രം എടുത്ത് പിടിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ബോധാനന്ദ സ്വാമികൾക്ക് വേണമെങ്കിൽ ഒരു രാജാവിനെ പോലെ ഇവിടെ വാഴാമായിരുന്നു. ഈഴവൻ പറമ്പ് തറവാട് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു തറവാടായിരുന്നു. പക്ഷെ താഴേക്ക് ഇറങ്ങി വന്ന് എന്തിനു വേണ്ടിയായിരുന്നു? താൻ സുഖമായിട്ട് വാണാലും തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പെട്ട് ജീവിക്കുമ്പോഴത്തേക്ക് തനിക്ക് ഒറ്റയ്ക്ക് തൻ്റെ സുഖം നോക്കി ഇരിക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി ഒരു അവധൂത മഠം തന്നെ സ്വാമികൾ സ്ഥാപിച്ചു. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഗുരുവിന്റെ ഏതൊരു ആജ്ഞയും ശിരസ വഹിച്ചുകൊണ്ട് അത് കർമ്മപദത്തിലേക്ക് വരുത്തുന്ന ഒരു മഹാ കർമ്മയോഗിനെയാണ് ബോധാനന്ദ സ്വാമികൾ നമുക്ക് പോകാൻ സാധിക്കുന്നത്. ഗുരുവിന്റെ ഏത് ആജ്ഞയും ശിരസ വഹിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞതല്ല.
ഒരിക്കല് ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ വാടാനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് കാണാൻ സാധിക്കും ഗുരുവിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്ന വിശ്വാസം. ഒരു ശിഷ്യൻ എപ്രകാരമാണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ? ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരു വാക്കുകളിലുള്ള വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഭഗവാന്റെ വാക്കുകളിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭഗവാനോടുള്ള ഭക്തിയുടെ മൂർത്തി രൂപവുമായിരുന്നു ബോധാനന്ദ സ്വാമികളും സ്വാമികളുടെ ഒറ്റ പ്രവർത്തികളെ മാത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട നമ്മൾ അല്ലെ. എന്താണത്? വൈക്കാട്ടിൽ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിലെല്ലാം കടലെടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ വിശ്രമിക്കുന്ന ഗുരുവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. വലിയ തിരകൾ വന്ന് തന്റെ ഭൂമി മൊത്തം കവർന്നെടുത്തുകൊണ്ട് പോകുന്നു. ഇനി അവസാനം തന്റെ വീടും കൂടെ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് വള്ളത്തിൽ തന്റെ മകനെയുമായിട്ട് ഭഗവാന്റെ അരികിലേക്ക് വരുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഭഗവാൻ വിശ്രമിക്കുന്ന ക്ഷേത്രത്തിൽ വന്ന് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവിനോട് പറയുകയാണ്, സ്വാമി അവിടുന്ന് രക്ഷിക്കണം, വലിയ തിരമാലകൾ വന്ന് നമ്മുടെ ഭവനം തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്, സ്വാമി അല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗുരു പറയുകയാണല്ലേ, എന്താ ബോധാനന്ദ സ്വാമിയോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബോധാനന്ദൻ പോയി അവിടെ കിടക്കാനാ പറയുന്നത്. ഒരക്ഷരം മിണ്ടാതെ നേരെ പോവുകയാണ് ആ ഭക്തന്റെ കൂട്ടത്തിൽ. അവരുടെ വള്ളത്തില് നേരെ ചെല്ലുന്ന അവസരത്തില് സ്വാമിക്ക് കുടിക്കാൻ വേണ്ടി അവർ കരിക്ക് വെട്ടി കൊടുക്കുന്നുണ്ട് ചരിത്രത്തില്. സ്വാമി അതുപോലും കുടിക്കാതെ നേരെ വലിയ ശക്തമായ രീതിയിൽ കടൽ കയറി വരുന്ന കടലിന് നേരെ അഭിമുഖമായി സ്വാമികൾ പോയി കിടക്കുകയാണ്. എല്ലാവരും സ്വാമി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും തന്റെ ഗുരുവിന്റെ വാക്കുകൾ അല്ലെ, ശരീരമർദ്ധം പ്രാണം ജ സത്ഗുരുഭ്യോ നിവേദയെ ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരു സന്നിധവും എന്ന മന്ത്രത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് ഭഗവാന്റെ വാക്കുകളെ ശിരസ വഹിച്ചുകൊണ്ട് ആ ഭക്തന്റെ ഭവനത്തെ രക്ഷിക്കാൻ വേണ്ടി ബോധാനന്ദ സ്വാമികൾ ചെന്ന് ആ കടപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവിടുന്ന് എഴുന്നേറ്റില്ല. വലിയ തിരകൾക്കും കടലിന് പോലും ഇളക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു എന്ത് ഗുരുവിനോടുള്ള തന്റെ ഗുരുവിനോടുള്ള ഭക്തിയും പ്രേമവും വിശ്വാസവും ഒന്നും ഒരു ഗുരുപ്പൻ തിരക്കും അളക്കാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ സാധിക്കുന്നതല്ലായിരുന്നു എന്നാണ് ബോധാനന്ദ സ്വാമിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. ബോധാനന്ദ സ്വാമികൾ അവിടെ കിടക്കുകയും പിറ്റേ ദിവസം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വന്ന് വിളിക്കുമ്പോഴാണ് ഗുരു കിടക്കാൻ പറഞ്ഞ ആ മണ്ണിൽ നിന്നും എഴുന്നേൽക്കുന്നത്. കടൽ ശാന്തമായി വലിയ തിരകളൊക്കെ വന്നുവെങ്കിലും സ്വാമിയെ തൊടാതെ ആ തിരകൾ തിരിച്ചുപോയി. ഗുരുവിനോടുള്ള വിശ്വാസം നമ്മളുടെ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് ഒരു മൂർത്തി രൂപമായിരുന്നു ബോധാനന്ദ സ്വാമികളും അതുപോലെ നരസിംഹ സ്വാമികളും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അതുമാത്രമല്ല, സമാധിയിലും ഇന്നും ഈ 2025 നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ തറവാടിന് അപ്പുറയും ഇപ്പുറയും ഉള്ള വലിയ റിസോർട്ടുകളൊക്കെ അതിന്റെ തൊട്ട് റൈറ്റ് സൈഡ് ആയിട്ടുള്ള പോർഷനിൽ കടലത്തീരത്തോട് കൂടി എത്തിയതാണ്. അതൊക്കെ വലിയ രീതിയിൽ തിരകൾ വന്ന് അടിച്ച് പോയിരിക്കുന്നതായിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും. പക്ഷെ ഇവർക്ക് ഇന്നും ഒരു കുഴപ്പവുമില്ല. ഗുരുവിന്റെ ആ ഒരു അനുഗ്രഹം ഇന്നും ആ കുടുംബത്തിന് ഉള്ളതായിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും അല്ലെ. അതൊരു സംഭവമാണ്. അതുകൂടാതെ ഭഗവാന്റെ മഹാപരിനിർവാണത്തിൽ ഗുരുവിനോടൊപ്പം തന്നെ പോകുവാൻ ആ ശിഷ്യന് സാധിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ ഇല്ലാത്ത ലോകത്ത് എനിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ മാടി മാടി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമികൾ 1928 മഹാപരിനിർവാണം പ്രാപിച്ചത്. ഗുരുവിന്റെ ശിഷ്യന്മാരില് ശിവഗിരിയില് സമാധി ഇരുത്തിയിരിക്കുന്നത് നേർശിഷ്യ പരമ്പരയില് നമ്മുടെ ശ്രീനാരായണ തീർത്ഥസ്വാമികളുടെയും അതുപോലെ ശിവപെരുമഠത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു ആൽമരം കാണാൻ സാധിക്കും അല്ലെ. തിരിച്ചിറങ്ങി വരുമ്പോൾ റൈറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ശങ്കരാലയം എന്ന് പറയുന്നുണ്ട്. ശങ്കരാനന്ദ സ്വാമികൾ ശിവപെരുമഠത്തിന്റെ 4ാമത്തെ മഠാധിപതി 5ാമത്തെ മഠാധിപതിയായിരുന്നു ശങ്കരാനന്ദ സ്വാമികൾ. ആ ശങ്കരാനന്ദ സ്വാമികളുടെയും ബോധാനന്ദ സ്വാമിയുടെയും തീർത്ഥസ്വാമിയുടെയും സമാധിപീഠങ്ങളാണ് ശിവഗിരിയുടെ ഉള്ളിൽ നമുക്കുള്ളത് അല്ലെ. ഇനിയിപ്പം അടുത്ത ആള് എന്ന് പറയുന്നത് നമുക്ക് ബോധാനന്ദ സ്വാമിയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ആത്മാനന്ദ സ്വാമികളായിരുന്നു. വടക്കേ മലബാറിൽ നിന്നും മഹാഗുരുവിന് ലഭിച്ച അതിമഹത്തായ ഒരു ശിഷ്യനായിരുന്നു. സംസ്കൃത പണ്ഡിതനായിരുന്നു. വടകര സ്വദേശിയായിരുന്നു സ്വാമികൾ എന്ന് പറയുന്നത്. സ്വാമികളുടെ സമാധിപീഠം എന്ന് പറയുന്നത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഗുരുവിന്റെ ശിഷ്യന്മാരുടെ സമാധിപീഠങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്ത് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടില് തിരുപ്പുറംകുന്றம் എന്ന് പറയുന്ന സ്ഥലത്ത് ശിവപെരുമഠത്തിന് ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ തിരുപ്പുറംകുന്றம் ശാന്തലിംഗ സ്വാമികളുടെ സമാധിപീഠമുണ്ട്. അതുകൂടാതെ നമ്മളുടെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാഞ്ചീപുരത്ത് ഗുരുവിന്റെ 2 ശിഷ്യന്മാരുടെ സമാധിപീഠങ്ങളുണ്ട്. ഗോവിന്ദാനന്ദ സ്വാമികളുടെയും അതുപോലെ ആത്മാനന്ദ സ്വാമികളുടെയും സമാധിപീഠങ്ങൾ കാഞ്ചീപുരത്താണ് നിലനിൽക്കുന്നത്. ആത്മാനന്ദ സ്വാമികളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലാവരുടെയും ഒരു പെരുമാറ്റ ചട്ടമായി ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ഒരു പെരുമാറ്റ ചട്ടമായി ഉപയോഗിക്കാൻ
ഭഗവാൻ എടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ശ്രീനാരായണ ധർമ്മം ഗുരുവിന്റെ തിരുമുഖത്ത് നിന്നും പകർത്തി എഴുതിയത് നമ്മുടെ ആത്മാനന്ദ സ്വാമികളായിരുന്നു. ആത്മാനന്ദ സ്വാമിയുടെ സമാധിപീഠം എന്ന് പറയുന്നത് കാഞ്ചീപുരത്താണ്. അപ്പൊ നമുക്കിനിപ്പം അടുത്ത ആള് എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിന്റെ അവസാന മഠാധിപതി. 1959 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റായി മാറുകയായിരുന്നു. ട്രസ്റ്റായി മാറിയെങ്കിലും സ്വാമിയുടെ സമാധി പര്യന്തം സ്വാമി തന്നെയായിരുന്നു ശിവഗിരി മഠാധിപതിയായിട്ടിരുന്നത്. അതിനുശേഷം ഗുരുവിന്റെ ശിഷ്യപരമ്പരയിൽ ശ്രീനാരായണ ധർമ്മസംഘം എന്നായിരുന്നു പേര്. 1959 ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റായിട്ട് മാറി. പിന്നെ ട്രസ്റ്റ് പ്രസിഡന്റും ട്രസ്റ്റ് സെക്രട്ടറിയായി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വരുമ്പോഴത്തേക്ക് പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് മഠാധിപതി എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലുള്ളത് പ്രസിഡന്റും സെക്രട്ടറിയാണ്. ഇപ്പൊ ഗുരുവിന്റെ നേർ ശിഷ്യന്മാരിൽ അവസാന മഠാധിപതി, 5ാമത്തെ മഠാധിപതിയായിട്ട് ഇരുന്നത് ശങ്കരാനന്ദ സ്വാമികളായിരുന്നു. തൃശ്ശൂർ പുതുക്കാട് സ്വദേശിയായിരുന്നു ശങ്കരാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. ശിവഗിരിയിൽ ഗുരുവിന്റെ ഒരു മഹാസമാധി പീഠം, ഭഗവാന്റെ മഹാപരിനിർവാണം 28-ലായിരുന്നുവെങ്കിലും നീണ്ട 40 വർഷക്കാലം വേണ്ടി വന്നു അവിടെ ഒരു മഹാസമാധി സൗധം MB മൂത്തേർത്ത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി. 1968-ലാണല്ലോ നമുക്ക് നിർമ്മിച്ചു കിട്ടിയത്. അതിനൊക്കെ വേണ്ടി വലിയ രീതിയിൽ നിരാഹാരവ്രതവും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇനി അതുണ്ടായില്ലെങ്കിൽ മരണം വരെയും ഞാൻ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൃഢപ്രതിജ്ഞയോട്, ഒരു ആത്മപ്രതിജ്ഞയോടുകൂടി സ്വാമി മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇന്ന്, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ സുഖവും ദുഃഖവും ഒക്കെ ഗുരുവിന്റെ ആ ദിവ്യമായ തിരുസന്നിധിയിൽ, ആ മഹാസമാധി പീഠത്തിൽ ഇന്ന് കാണുന്ന വെണ്ണക്കൽ ശില്പത്തോട് ചെന്ന് പറയാൻ സാധിക്കത്തക്ക രീതിയിൽ അതിനെ പടുത്തുയർത്തുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ശിവഗിരി മഠത്തിന്റെ അവസാനത്തെ മഠാധിപതിയായ ശങ്കരാനന്ദ സ്വാമികളാണ്. ഇനിയിപ്പം ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതും തൃശ്ശൂർ സ്വദേശി തന്നെയാണ്. ഞാൻ എൻ്റെ മതം മാത്രമേ മാറിയിട്ടുള്ളൂ, എൻ്റെ ഗുരുവിനെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ചരിത്രത്തിൽ എടുത്ത് പഠിക്കുമ്പോൾ ഗുരുവിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ സന്ദേശ പ്രചാരണം തന്റെ ജീവിതവ്രതമാക്കി മാറ്റുകയും ബോധാനന്ദ സ്വാമിയിലൂടെ ഗുരുവിലേക്ക് വന്നെത്തുകയും ചെയ്ത ശിഷ്യനായിരുന്നു സ്വാമി ധർമ്മതീർത്ഥ സ്നേഹിതൻ മാസികയിലൂടെയാണ് ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സ്നേഹിതൻ മാസികയിലൂടെ ഗുരുവിന്റെ ആ അവതാര ലക്ഷ്യത്തെ, ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യൻ എന്ന മഹാസന്ദേശത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വാമികൾ വലിയ രീതിയിൽ ധർമ്മപ്രചരണം ആ മാസികയിലൂടെ ചെയ്തിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ ശ്രീനാരായണ ഭക്തരായ നാം എല്ലാവരും സ്വാമിയോട് കടപ്പെട്ടിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അവതാര ഗ്രഹം അല്ലെ, ചെമ്പഴന്തിയിലെ വയൽവാരം തറവാട് കാലപ്പഴക്കത്താൽ മൺമറഞ്ഞു പോയെങ്കിലും ഭഗവാൻ അവതരിച്ച പ്രസൂതികാഗ്രഹം, ആ സൂതികാഗ്രഹം നമുക്കിന്ന് നിലവിലുണ്ട്. അത് ആ വയൽവാരം തറവാടിന്റെ ഒഴിപ്പിച്ച് ധർമ്മസംഘത്തിലേക്ക് എഴുതി ചേർത്തത് ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു. ഈ ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു ധർമ്മസംഘത്തിന്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ധർമ്മതീർത്ഥ സ്വാമികൾ. ധർമ്മതീർത്ഥ സ്വാമികളാണ് അതിന്റെ ബൈലോയും കാര്യങ്ങളും എല്ലാം എഴുതിയിരുന്നത്. ഇപ്പൊ ചെമ്പഴന്തിയിലെ വയൽവാരം തറവാട് തന്റെ തൃശ്ശൂര് ചാത്തനാട്ട തന്റെ തറവാട് വിറ്റ് കിട്ടിയതിൽ നിന്നും കിട്ടിയ ഒരു ഓഹരി കൊണ്ടാണ്, അന്ന് 500 രൂപ കൊടുത്താണ് അതിന്റെ ഒഴിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മാനുഭൂതിയുടെ വാഗ്മയ ചിത്രങ്ങളായ അവിടുന്ന് നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്ന ഗുരുവിലേക്കും നമ്മുടെ ഉള്ളിലേക്കുമുള്ള രാജപാതയായ ആ ബ്രഹ്മലോകത്തേക്കുള്ള പാസ്പോർട്ടായി ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഗുരുവിന്റെ കൃതികള് പല ഭക്തന്മാരുടെ ഭവനങ്ങളിലായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. ഓരോ ഭക്തന്മാരും അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം അവരുടെ ആഗ്രഹപ്രകാരം അല്ലെ, സ്വാത്വികമായ രീതിയിലുള്ള ഒരു പൂജാ സംവിധാനം ഇല്ലാതിരുന്ന ആളുകൾക്ക്, ഒരു പ്രാർത്ഥനാ സംവിധാനം ഇല്ലാതിരുന്ന ആളുകൾക്ക് ഭക്തിയുടെ കൈപിടിച്ചുകൊണ്ടല്ലേ അവർ സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി ഭഗവാൻ കൊടുത്ത രാജപാതകളായിരുന്നു ഗുരുവിന്റെ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൃതികളൊക്കെ പല ഭവനങ്ങളിലായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. അതിനെയൊക്കെ ഒരു മാലയിൽ കോർത്ത് മുക്താക്കി നമുക്ക് എടുത്തു തന്നതും ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു എന്ന ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ സ്വാമിയുടെ ആദ്യകാല പ്രവർത്തനം എന്ന് പറയുന്നത് ചെമ്പഴന്തിയായിരുന്നു. ചെമ്പഴന്തിയിൽ ഭഗവാൻ മഹാസമാധിക്ക് സ്വാമിക്ക് ചെമ്പഴന്തിയിലേക്ക് പോകേണ്ടി വന്നിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് ഗുരുധർമ്മം പ്രചരിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ സ്വാമി ക്രിസ്തുമതത്തിലേക്ക് പോകുന്നുണ്ട്. ക്രിസ്തുമതം സ്വീകരിച്ചുവെങ്കിലും പള്ളിയിൽ വരുന്ന ആളുകളെയും കൊണ്ട് ഗുരുവിന്റെ ചെമ്പഴന്തിയിലേക്ക് സ്വാമികൾ വരുമായിരുന്നു മാസചതയത്തിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മാസചതയമൊക്കെ ആചരിക്കുന്നുണ്ട് എങ്കിൽ, ശാഖകളിലും യൂണിയനുകളിലും ഒക്കെ ആചരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത്, ഈ മാസചതയ വ്രത അനുഷ്ഠാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു അത് ചെയ്തിരുന്നതെന്ന് അറിയണം. സ്വാമിയുടെ സമാധിപീഠം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പാളയത്തിനടുത്ത് CSI ചർച്ചിലാണ് സ്വാമികളുടെ സമാധിപീഠം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ കുമാരനാശാൻ എഴുതിയ ഗുരുസ്തവത്തിന്റെ 7ാമത്തെ വരി, നമ്മളിപ്പോ 6 വരികളാണ് ചൊല്ലുന്നത്, 7ാമത് ഒരു വരിയും കൂടെ ഉണ്ടായിരുന്നു. തൻ പോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേ കൻപോടൂർ ഉയർത്തിപ്പു ചിരായുസ് ദയാബ്ദേ മുൻപോൽ സുഖമായി മേന്മ തൊടുന്നവർ കരളും കാൽ തുമ്പോടിനിയും വാഴുക ശതാബ്ദം ഗുരുമൂർത്തെ എന്നാണ് ആശാൻ എഴുതിയത്. 100 വർഷക്കാലം ഭഗവാൻ ഇവിടെ ശരീരത്തോടുകൂടി ഇരുന്നു കൊണ്ട് ലോകരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്നായിരുന്നു ആശാൻ 1914 ഗുരുസ്തവം എഴുതിയപ്പോൾ ആശാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി കഴിഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആ വരികൾ അത്താനത്താകിയാൽ അതെടുത്ത് മാറ്റി. പക്ഷെ ധർമ്മതീർത്ഥ സ്വാമികള് തന്റെ കഥാപ്രസംഗങ്ങളിൽ ഗുരുവിനെ കുറിച്ച് ഗുരുസ്തവം എടുത്തുകൊണ്ട് സ്വാമികൾ കഥാപ്രസംഗം ചെയ്യുമായിരുന്നു. ആ കഥാപ്രസംഗത്തിൽ ഈ വരികളെ കൂടെ ചേർത്തുകൊണ്ട് സ്വാമികൾ ആശാൻ എഴുതിയ ശതാബ്ദം എന്നുള്ള വാക്കുകൾ വെട്ടിക്കൊണ്ട്, ശതാബ്ദം ഗുരുമൂർത്തി എന്നുള്ള വാക്കുകളും വെട്ടിക്കൊണ്ട് ഹൃദയാന്തേ ഗുരുമൂർത്തി എന്നാക്കി. തൻ പോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേ കൻപോടുകൾ ഉയർത്തിപ്പ് ചിരായുസ് ദയാബ്ദേ മുൻപോൾ സുഖമായി മേന്മ തൊടുന്നോർ കരുളും കാൽ തുമ്പോടിനിയും വാഴുക ശതാബ്ദം എന്നാണ് ആശാൻ എഴുതിയിരിക്കുന്നത്. സ്വാമികൾ തുമ്പോടിനിയും വാഴുക ഹൃദയാന്തേ ഗുരുമൂർത്തി എന്നാക്കി. ഗുരുവിനെ നമ്മളുടെയൊക്കെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ചൈതന്യപൂർണ്ണമാക്കാൻ പാടുക മാത്രമല്ല, പറയുക മാത്രമല്ല ചെയ്തത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ ഭഗവാൻ അരുവിപ്പുറം മുതൽ ഓംകാരേശ്വരം വരെ ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തു കൊടുത്തിട്ട് നമുക്കറിയാം അല്ലെ. 1988 മുതൽ 1927 ജൂൺ മാസം 25-ാം തീയതി ഓംകാരേശ്വരത്തിലെ പ്രണവ പ്രതിഷ്ഠയോടുകൂടി ഗുരുവിന്റെ ക്ഷേത്ര പരമ്പരകൾ അവസാനിക്കുകയാണ് അല്ലെ. ഇതിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഗുരു പ്രതിഷ്ഠിച്ചു കൊടുത്തു. പക്ഷെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ ഭഗവാൻ ബാല്യകാലത്ത് ഉപാസനകൾ ചെയ്തൊരു ക്ഷേത്രമാണ് ചെമ്പഴന്തിയിലെ മണക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ജന്തുബലിയും അല്ലെ മൃഗബലിയും അതുപോലെ ഹിംസാപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ആയിരുന്നു ആ ക്ഷേത്രത്തിൽ അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ ഭഗവാനാണ് വേരോടെ പിഴുതു മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇനി ഇതൊന്നും ചെയ്യണ്ട, മഹാദേവനെയും കുടുംബത്തെയും ആരാധിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഭഗവാൻ മഹാദേവനെയും കുടുംബത്തെയും നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നു. കാലം മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് മഹാഗുരുവിന്റെ മഹാപരിനിർവാണം കഴിഞ്ഞപ്പോഴത്തേക്ക് 1928 ശേഷം ഭഗവാൻ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹം എടുത്തു മാറ്റിക്കൊണ്ട്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹം എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇനി ആരാധിക്കേണ്ടത് മഹാദേവനെയല്ല, നമ്മെ നാമാക്കി മാറ്റിയ നാം ഇന്ന് അനുഭവിക്കുന്ന സർവത്ര സ്വാതന്ത്ര്യത്തിന്റെയും കാരണഭൂതനായ മഹാഗുരുവിനെയാണെന്ന് ഉള്ള ഒരു ആത്മപ്രതിജ്ഞയോടുകൂടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം എടുത്ത് മാറ്റിക്കൊണ്ട് മഹാഗുരുവിന്റെ ഒരു എണ്ണച്ചായ ചിത്രം ഒരു മഹാശിഷ്യൻ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു തന്നു. ധർമ്മതീർത്ഥ സ്വാമികൾ പ്രതിഷ്ഠിച്ചു തന്നിട്ട് സ്വാമികളുടെ ജീവിതയാത്ര മുന്നോട്ട് പോയപ്പോഴത്തേക്ക് സ്വാമി അല്ലെ സ്വന്തം സ്വധാമത്തിലേക്ക് മടങ്ങി. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ഈ 2025 ഇവിടെ ഇരുന്ന് ഒരു ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ധർമ്മതീർത്ഥ സ്വാമികൾ പ്രതിഷ്ഠിച്ചു തന്ന ആ വിഗ്രഹത്തോടും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ പഞ്ചലോഹ വിഗ്രഹം ബോധാനന്ദ സ്വാമികൾ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നു ഭഗവാൻ ശരീരനായിരിക്കെ. അതുപോലെ ഗുരുവിന്റെ സമാധിക്ക് ശേഷം നമുക്ക് ധർമ്മതീർത്ഥ സ്വാമികൾ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹം വിരുദ് മാറ്റിക്കൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഗുരുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു തന്നത്? ഭഗവാനിൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല എന്നുള്ള ഉറച്ച അനുഭവത്തിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ ഉറച്ച അനുഭവത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇവരുടെയൊക്കെ കർമ്മകാണ്ഡങ്ങൾ ഇവർ നയിച്ചിരുന്നത്. അപ്പം വരാൻ പോകുന്ന തലമുറകൾ മഹാഗുരുവിന്റെ അല്ലെ, ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപനായ മഹാഗുരുവിനെ ഗുരു പറയുന്നുണ്ടല്ലേ, നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്നാണ് ഭഗവാൻ വിദ്യാസാരത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രകാശ സ്വരൂപനായ മഹാഗുരുവിനെ ഹൃദയപടത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന തലമുറകൾ ആത്മീയപരമായിട്ടുള്ള അന്ധകാരത്തിന്റെ പാഴ്ചേറിലേക്ക് കൊണ്ടുപോവാത്ത രീതിയിലേക്ക് അവരുടെ ആത്മീയ യാത്ര ശാന്തിയും സമാധാനവും ചൈതന്യവും നിറഞ്ഞായിത്തീരട്ടെ എന്നുള്ള ഒരു ആത്മപ്രതിജ്ഞയോടുകൂടി ആയിരിക്കത്തില്ലേ ഇവരെല്ലാവരും ബോധാനന്ദ സ്വാമികളും ധർമ്മവിദ്യാർത്ഥ സ്വാമികളും ഒക്കെ നമുക്ക് ഗുരുവിനെ പ്രതിഷ്ഠിച്ചു തന്നത്. ഇന്ന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നാം പുറകോട്ട് തിരിയുമ്പോൾ അല്ലെ 25 2 വർഷങ്ങളുടെ കഴിയുമ്പോഴത്തേക്ക് മഹാശിവരാത്രി നാളില് മാർച്ച് മാസം 12-ാം തീയതി വരുമ്പോഴത്തേക്ക് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. ആശാൻ പ്രതിഷ്ഠിച്ചു തന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 1914 ആശാൻ ലോകത്തിൽ ആദ്യം ഒരു ഗുരുദേവ ക്ഷേത്രം നമുക്ക് പ്രതിഷ്ഠിച്ചത് അല്ലെ. ആ ഗുരുവിലേക്ക്, ആ ഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു കാണിച്ചു തന്ന നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളോളം ഭാഗ്യരായിട്ടുള്ള ആളുകൾ ലോകത്ത് കാണില്ല. ഭഗവാൻ കാട്ടിത്തന്ന നേരായ മാർഗത്തിലൂടെ ആ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പരമായ സത്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മളോളം ഭാഗ്യമുള്ള ആളുകളും ഈ പ്രപഞ്ചത്തിലില്ല. അത്രയേറെ കാരുണ്യത്തോടുകൂടി അല്ലെ, അത്രയേറെ വാത്സല്യത്തോടു കൂടിയുമൊക്കെ ഇറങ്ങി വന്ന ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കത്തില്ല. ഗുരുവിന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയാണെങ്കിലും ഗൃഹസ്ഥ ശിഷ്യ പരമ്പരയാണെങ്കിലും ഇവരെല്ലാവരും
ഇവർ അനുഭവിച്ച ഗുരുസ്വരൂപങ്ങളെ അക്ഷരങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു തന്നതും. നമുക്കിന്നും സംശയമാണ് ഗുരു ആരാണെന്ന്. ഒരു കാര്യം ഏറെ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ, ഗുരുവിന്റെ പേരിൽ ഇന്ന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് സംരംഭങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, റോഡുകളുണ്ട്, വീടുകളുണ്ട്, അല്ലെ, അവധി ദിനങ്ങളുണ്ട്, തലസ്ഥാന നഗരിയിൽ മന്ദിരങ്ങളുണ്ട്. സുകുമാരഴിക്കോടൻ മാഷ് ചോദിച്ചൊരു ചോദ്യമാണ് ഗുരുവിന്റെ ദുഃഖത്തില്. ഇത്രയുമൊക്കെ ഉണ്ടെന്ന് നാം അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ അഭിമാനിക്കുമ്പോഴും നമ്മുടെയൊക്കെ നിർമ്മലമായ ഹൃദയപീഠങ്ങളിലേക്ക് ഗുരുവിനെയും ഗുരുവിന്റെ ആ വാക്കുകളെയും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ഓരോരുത്തരും പുനർചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ആത്മീയപരമായ അന്ധതയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഗുരുവിന്റെ ഒരിക്കലേക്ക് പൂജാരി അന്വേഷിച്ച് ഗുരുവിനോട് ആളുകൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഭഗവാനോട് പറയുന്നുണ്ട്, അടുത്തൊരു പോറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? പോയതെല്ലാം തിരികെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അതെ, പോയതെല്ലാം തിരികെ വന്നുകൊള്ളും, ഭഗവാന്റെ വാക്കുകളാണ്. ആ പോയതെല്ലാം തിരികെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കടലിൽ എറിഞ്ഞ പല വിഗ്രഹങ്ങളും ഇന്ന് ഗുരുവിനോടൊപ്പം കയറിയിരുന്നു കൊണ്ട് നമ്മെ ചിരിച്ചു കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാം തരുവാൻ തക്ക ശക്തിയുള്ള, അല്ലെ, ആസാൻ പ്രതിഷ്ഠിച്ചതും പാടിയതുമൊക്കെ 30 ദേവന്മാരുടെയും വിഹാരഭൂമിയിൽ നിന്നുകൊണ്ട ധർമ്മതീർത്ഥ സ്വാമികളും ബോധാനന്ദ സ്വാമികളും കുമാരനാശാനും ഒക്കെ ഗുരുവിനെ സ്തുതിച്ചതും ഗുരുവിന്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതും. ആശാന് മറ്റു ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിക്കാമായിരുന്നു. ധർമ്മതീർത്ഥ സ്വാമികൾക്കും വേണേ ആ വിഗ്രഹം അവിടുന്ന് പിരിഞ്ഞു മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. ബോധാനന്ദ സ്വാമികൾക്ക് വേണേ മൂർക്കോത്ത് കുമാരനോട് പറയാമായിരുന്നു, അവിടെ മഹാഗുരു 1908 മഹാദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ, അത് മതിയല്ലോ എന്ന്. കുമാരനാശാന് പറയാമായിരുന്നു, അല്ലെ. ആശാൻ പറഞ്ഞോ? ഇല്ല. ബോധാനന്ദ സ്വാമികൾ പറഞ്ഞോ? ഇല്ല. ധർമ്മതീർത്ഥ സ്വാമികൾ പറഞ്ഞോ? ഇല്ല. കാരണം എന്താ? ഉണരരുത് ഇനി ഉറങ്ങിടാതിരും നീടണം അറിവായി ഇതിനിന്ന് അയോഗ്യൻ എന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണമെന്ന് 1897 ഭഗവാൻ പറഞ്ഞ ആ വാക്കുകളുടെ മൂർത്തി രൂപമാണെന്ന് ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള ഗുരുദേവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഗുരുവിലേക്ക് വരുമ്പോൾ എന്ന് നാം വരുന്നോ, എന്ന് നമ്മുടെ ഒരു ദിവസം ഗുരുവിൽ ആരംഭിച്ചുകൊണ്ട് ഗുരുവിൽ അവസാനിക്കുന്നു. ഗുരു മാത്രമായിരിക്കണം നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള യാത്രയിൽ. കാരണം എന്താ? പലതിലേക്ക് പോയാൽ നമുക്ക് മനസ്സിന് ഏകാഗ്രമാകാൻ പറ്റത്തില്ല. എല്ലാം തരുവാൻ തക്ക ശേഷിയുള്ള ഒരു മഹാഗുരുവിനെയും ആ മഹാഗുരുവിന്റെ അനന്തമായ അനുഗ്രഹങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് വരാൻ പോകുന്ന തലമുറകള്, അല്ലെ, പരമസ്വാത്വികമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ജീവിതം ആനന്ദപൂർണമായി തീരട്ടെ എന്നുള്ള ഒരു ആത്മപ്രതിജ്ഞ ആയിരിക്കില്ലായിരുന്നോ ബോധാനന്ദ സ്വാമികൾ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ആശാൻ ഉണ്ടാവുക, ധർമ്മതീർത്ഥ സ്വാമികൾക്ക് ഉണ്ടാവുക, അല്ലെ. നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഗുരുവിന് തരാൻ സാധിക്കാത്തതൊന്നും മറ്റൊരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല. മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ നമ്മുടെ പാദങ്ങൾക്ക് ശക്തി പകർന്നു തന്നത് മഹാഗുരുവും അവിടുത്തെ സന്യസ്ത ദേശേഷ പരമ്പരകളുമാണ്. അവരെ മറന്നുകൊണ്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളൊരു ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ ഗുരുവിനെ പോലെ ഇത്രയേറെ സുദീർഘമായ 40 വർഷക്കാലം ലോകസംഗ്രഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ മുഴുകി ഗുരു നടന്ന വഴികളിൽ നിന്നും ഒരു കറുത്ത പാടുകൾ പോലും 73 വർഷക്കാലത്തെ തൂവന്മയ ജീവിതത്തിൽ ആർക്കും എത്ര വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി ഗുരുവിനെ പഠിച്ചാലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. അത്രയേറെ വിശുദ്ധമായ ജീവിതമായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ആ ദിവ്യമായ ജീവിതത്തെ സ്വജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ആധ്യാത്മിക അത്യുന്നതങ്ങളിൽ വിവരിച്ച മഹാപുരുഷന്മാരായിരുന്നു ഗുരുവിന്റെ സന്യസ്ത പരമ്പരകൾ എന്ന് പറയുന്നത്. ഗുരുവിന്റെ 2 ശിഷ്യന്മാരില്ലേ, ഗൃഹശിഷ്യന്മാരും സന്യശിഷ്യന്മാരും ഉണ്ട്. നമ്മൾക്ക് വേണ്ടവണ്ണം ഗുരുവിന്റെ സന്യശിഷ്യന്മാരെയും അവരെന്തിനാണ് ഗുരുവിനെ സമീപിച്ചതെന്നും വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് ആധുനിക കേരളത്തിന് ഇന്നും ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ വേണ്ടവണ്ണം അറിയാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരി നവോത്ഥാന നായകനുമായിട്ട്, അല്ലെ, കേവലം ലൗകികമായ ഭേദചിന്തകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഗുരുവിനെ വർണ്ണിക്കുന്നത്. പ്രണവമുണർന്ന് വിറപ്പൊഴിഞ്ഞു വാഴുന്ന ഒരു ബ്രഹ്മനിഷ്ഠന്റെ ജീവൻ മുക്തന്റെ ഒരു ഗുരുസ്വരൂപത്തെ വേണ്ടവണ്ണം ഇന്നും കാണുവാൻ ഗുരുവിന്റെ പേരിൽ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഈ കൊച്ചു കേരളത്തിന്, അല്ലെ, ഈ മഹത്തായ ഭാരതത്തിന് സാധിച്ചിട്ടില്ല. ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിശ്വമഹാഗുരുവാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ആത്മീയപരമായ മേഖലയിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോഴാണ് ഗുരു എന്താണ് ചെയ്തത് നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്നുകൊണ്ട്, ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ
ജ്ഞാനമാകുന്ന അഗ്നിയിൽ സർവകർമ്മങ്ങളെയും ഭസ്മീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി വിധി പോലെ കർമ്മത്തിൽ ചരിച്ച ഒരു ബ്രഹ്മവിത്തായിരുന്നു ഗുരു. ദഗ്ധ്വാ ജ്ഞാനാഗ്നീന സർവമുദിശ്യ ജഗതാംബുദം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത്ത് ബ്രഹ്മനിസ്ഥിത എന്ന് ഭഗവാൻ ദർശനമാലയിലെ അവസാന ദർശനമായ നിർവ്വാണ ദർശനത്തിന് 5-ാമത്തെ മന്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഒരു ബ്രഹ്മനിഷ്ഠനായ ജീവൻ മുക്തനായ ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടെത്തുന്നവർക്കാണ് ആസാൻ പാടിയത്, 914 പാടിയത്, ആരായിൽ അന്ധത്വമൊഴിച്ചു ആദിമകസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവമെന്ന് പാടാൻ സാധിക്കുന്നത് ഗുരുവിന്റെ സന്യശിഷ്യന്മാർക്കാണ്. അവരാണ് ആരാഞ്ഞത്, ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഗുരുവിന്റെ അരികിലേക്ക് വന്നത്. അവർക്കാണ് ഭഗവാൻ ബ്രഹ്മവിദ്യയിലൂടെ പറഞ്ഞു കൊടുത്തത് അല്ലേ. അതുകൊണ്ടല്ലേ ശിവലിംഗദാസ്വാമി എഴുതിച്ചു ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ ശ്രീ പൂർവ്വതേ ശാന്തേ കടാക്ഷേ ശിഷ്യ സഞ്ജയ എന്നും കൂടെ സ്വാമികൾ അവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. ഗുരുവിന്റെ പാദരേണുക്കളെ പിന്തുടർന്നുകൊണ്ട് ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ വിഹരിച്ച മഹാപുരുഷന്മാരായിരുന്നു ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാർ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഗൃഹശിഷ്യന്മാരുടെ പുറകെ പോയാൽ ആശാനെ പോലെയൊക്കെ ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ വിഹരിച്ച അതേപോലെയുള്ള ആശാനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ പാതയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ലൗകികമായ ഭേദചിന്തകൾ കടിമപ്പെട്ട് ജീവിച്ചുകൊണ്ട് ഗുരുവിനെ വർണ്ണിച്ചിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് പോയാൽ ഒരിക്കലും നമുക്ക് അവിടെ പ്രണവമുണർന്ന് വിറപ്പൊഴിഞ്ഞു വാഴുന്ന ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കത്തില്ല അല്ലെ. ഗുരുവിന്റെ തപസ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാവിധമായ ഐശ്വര്യങ്ങളുടെയും അടിത്തറ എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടി മരുത്വാമലയിൽ വെള്ളത്തലം ഗുഹയിൽ ചെയ്ത സുദീർഘവും ഏകാന്ത ദീപ്തവുമായ തപസ്സിനൊടുവില് ഈശ്വര സാക്ഷാത്കാരം നേടി താഴേക്കിറങ്ങി വന്ന ഒരു ഗുരുവിന്റെ അരികിലേക്കാണ് ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ശിഷ്യന്മാർ വന്നത്. അപ്പോൾ ഒരു സത്യദർശിക്ക് മാത്രമേ ഉള്ളൂ ആ സത്യത്തിന്റെ പാത തെളിച്ചു തരാൻ സാധിക്കത്തുള്ളൂ. ഭഗവാൻ ആ സത്യത്തിന്റെ പാത തെളിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗുരു കാട്ടിത്തന്ന ആ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗുരുവിന്റെയും ഗുരുവിന്റെ ശിഷ്യ പരമ്പരകളുടെയും ആ വാക്കുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏതൊരു മഹാഗുരുവിന്റെ അനന്തമായ അനുഗ്രഹം കൊണ്ടാണോ നമ്മൾ ഇന്നെല്ലാവരും ഇപ്രകാരം ഒത്തുകൂടിയിരിക്കുന്നത്, ആ പരമവിശുദ്ധന്റെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കുവാനാവാത്ത അത്ര അതിമഹത്തരമായ ശരീരത്തിനുടമയായിരുന്നു ഗുരുവെന്നാണ് ശിഷ്യൻ എഴുതിയിട്ടിരിക്കുന്നത്, ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ എഴുതിയിരിക്കുന്ന ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലെ 108 മന്ത്രങ്ങൾ മാത്രം പഠിച്ചാൽ മതി. തൻ്റെ ഗുരു ആരാണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നുള്ള ആളുകൾക്കോ ഇന്നുള്ള ആളുകൾക്കോ ഇനി വരാൻ പോകുന്ന ആളുകൾക്കോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് സംശയം ഉണ്ടെങ്കിൽ സകല സംശയങ്ങളുടെയും നാരായ വേരർക്കുന്ന രീതിയിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യത്തെ ഹൃദയത്തിലേക്ക് സാംശീകരിച്ച് ചൈതന്യ സ്വാമികൾ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലൂടെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതുകൂടാതെ ആദ്യ ശിഷ്യൻ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആദ്യമായൊരു പ്രാർത്ഥന, ആദ്യ ക്ഷേത്രം പ്രതിഷ്ഠിക്കുക എന്നത് കുമാരനാശാൻ ആണെങ്കിലും അതിനും നാളുകൾക്ക് മുമ്പ് തന്നെ താൻ അനുഭവിച്ച ഗുരുവിന്റെ ഗുരുസ്വരൂപം ലോകത്തിന് മുന്നിൽ ഭഗവാൻ അത്രയേറെ പ്രശസ്തനാവുന്നതിന് മുമ്പ് തന്നെ ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ ലോകത്തിന് മുന്നിലേക്ക് പറഞ്ഞു കൊടുത്തത് ശിവലിംഗദാസ്വാമികളായിരുന്നു. തന്റെ ഗുരു ആരാണ്, ഗുരുവിനെ ആശ്രയിച്ചാൽ എന്ത് കിട്ടും, എന്തിനു വേണ്ടിയാണ് ഗുരുവിനെ ആശ്രയിക്കേണ്ടത്, അപ്പം ഗുരു ആരാണെന്നൊക്കെ കൃത്യമായിട്ട് 6 പദ്യങ്ങളിലൂടെ 24 വരികളിലൂടെ ഗുരുഷത്വം എന്ന ഒറ്റ കൃതിയിലൂടെ നമ്മോട് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് കൊച്ചി രാജ്യത്തെ പോലീസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ഗുരുവിന്റെ പദങ്ങളിലേക്ക് വന്നതാണ് നമ്മളുടെ ഗോവിന്ദാനന്ദ സ്വാമികൾ. ഇവരെ രണ്ടുപേരെയും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഈ ഇരിക്കുന്നതാണ് ഗോവിന്ദാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. ഗുരുവിനൊപ്പം ഇരിക്കുന്ന കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് സ്വാമികളാണ്. അതുകൂടാതെ 1916 സേവാശ്രമം സ്ഥാപിച്ചിട്ട് തിരിച്ചു വരുന്ന അവസരത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണുന്നതും നിർവൃതി പഞ്ചകവും ഇതെന്നൊക്കെ 16 ഗുരു ആരാണെന്ന് അറിയണമെങ്കിൽ, ആർക്കാണ് നിർവൃതി ഉണ്ടാവുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിർവൃതി പഞ്ചകം എടുത്ത് പഠിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആണോ? ഓക്കെ കേട്ടോ. ഒറ്റ ഇതും കൂടെ, ഈ കാണുന്നത് നമ്മുടെ വിദ്യാനന്ദ സ്വാമികളാണ്, ഇത് നടരാജ ഗുരു. അപ്പൊ ഗുരുവിന്റെ ചരിത്രത്തിൽ എടുത്ത അവസാനമായ ഒരു ചിത്രമാണ് ഈ കാണുന്ന ധർമ്മസംഘത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ രീതിയിൽ വിചാരിച്ച രീതിയിലൊന്നും പ്രസന്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ ഗുരുവിന്റെ ചരിത്രങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട്
പെറുക്കിയല്ലേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതിലേക്ക് ഒരു ചൂണ്ടുപലക മാത്രമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ചൂണ്ടുപലക മാത്രമായിരുന്നു ഇന്നത്തെ ഇത്. ഇങ്ങനെ ഒരു ക്ലാസ്സിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ പ്രസാദ് സാറ്, അതുപോലെ മറ്റ് ഇതിന്റെ പിന്നണിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഏട്ടനെ, അതുപോലെ നമ്മളുടെ രാജീവ് ഏട്ടനെ, സന്ധ്യ ചേച്ചി, പിന്നെ നമ്മളുടെ സുരേഷ് സാറെ, അതുപോലെ ശശികുമാർ സാറെ, ഈ ധർമ്മപഠനേന്ദ്രത്തിന്റെ കീഴിലുള്ള പഠിതാക്കളെ, ഇതിന് പുറത്തുനിന്ന് കയറിയിരിക്കുന്ന ആളുകളെ എല്ലാവർക്കും അനന്തമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചു, ശിഷ്യ പരമ്പരയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീജേഷ് സാർ. മഹാഗുരുവിനെ കുറിച്ച്, ഗുരുവിന്റെ ശിഷ്യ പരമ്പരകളെ കുറിച്ച്, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മെ ജിജ്ഞാസരാക്കി മാറ്റിയ പന്തേ ഗുരു പരമ്പര എന്ന വിഷയത്തിൽ ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാരെ കുറിച്ച് ഇത്രയും സമയം നമ്മോട് സംവദിച്ചത് ശ്രീജേഷ് സാറാണ്. സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിന്റെയും ക്ലാസ് ശ്രമിച്ചുകൊണ്ടിരുന്ന നാം ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ജയലക്ഷ്മി ഷിജു കുമര. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദത്ത ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് ഗ്രൂപ്പ് ലിങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്.